ടി ഡി എസുമായി ബന്ധപ്പെട്ടുള്ള ഒരു സെഷനാണ് ഇനി. ഒരു 3-4 സെഷനായിട്ട് ഈ ടി ഡി എസിൻ്റെ ഒരു ഭാഗങ്ങളുണ്ടാവും. അപ്പോൾ എന്തൊക്കെയാണ് ടി ഡി എസ്, എന്തൊക്കെയാണ് ടി ഡി എസിനകത്തുള്ളത്, ഏതൊക്കെ പാർട്ടികളാണ് ടി ഡി എസിനകത്തുള്ളത്, എവിടെയൊക്കെയാണ് ടി ഡി എസ് അപ്ലിക്കബിൾ ആവുന്നത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളായിട്ടുള്ള ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു സെഷനായിരിക്കും ഇനി നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത്. നമുക്കറിയാവുന്ന പോലെ ഇൻകം ടാക്സിൻ്റെ ഒരു ടൈമാണ് ഇപ്പോൾ, അല്ലേ? നമുക്കൊരു വർഷം നമ്മുടെ സാമ്പത്തിക നില നല്ല രീതിയിലാണെങ്കിൽ, ഗവൺമെന്റ് പറയുന്ന സ്ലാബിന്റെ പുറത്തേക്ക് പോവുകയാണെങ്കിൽ, ഒരു ചെറിയ പെർസെൻറ്റേജ് നമ്മൾ ഗവൺമെന്റിലേക്ക് ടാക്സ് ആയിട്ട് പേ ചെയ്യേണ്ടതായിട്ട് വരും. അത് നമുക്ക് രണ്ട് രീതിയിൽ പേ ചെയ്യാം. അഡ്വാൻസ് ടാക്സ് ആയിട്ട് പേ ചെയ്യുന്ന രീതിയുണ്ട്, മറ്റൊന്ന് ഇയർ എൻഡിൽ പേ ചെയ്യുന്ന രീതിയുണ്ട്. ഏറ്റവും നല്ലത്, ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നല്ലത് എന്തായിരിക്കും? ചാറ്റ് ബോക്സിൽ ഒന്ന് ടൈപ്പ് ചെയ്യണേ. ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം ഒരു വർഷം കഴിഞ്ഞിട്ട് പേയ്മെന്റ് കിട്ടുന്നതാണോ നല്ലത്, കുറച്ച് നേരത്തെ പേയ്മെന്റ് കിട്ടുന്നതാണോ നല്ലത്? ഏതായിരിക്കും? അന്നേരം ആക്റ്റീവായിട്ടൊന്ന് സംസാരിക്കുക. അഡ്വാൻസ് ആയിട്ട് ടാക്സ് കിട്ടുന്നതായിരിക്കും, അല്ലേ? അഡ്വാൻസ് ആയിട്ട് ടാക്സ് കിട്ടിക്കഴിഞ്ഞാൽ ഗവൺമെന്റിന് എന്ത് ചെയ്യാം? അതിന്റെ കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ നടത്താം. അപ്പോൾ അഡ്വാൻസ് ആയിട്ട് നമ്മളെ പോലെയുള്ള ആളുകളിൽ നിന്ന് കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഗവൺമെന്റിന്റെ ഒരു പുതിയൊരു തന്ത്രമാണ് ടി ഡി എസ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം, അല്ലെ? ഗവൺമെന്റിന്റെ പുതിയൊരു തന്ത്രമാണ് ടി ഡി എസ് എന്ന് വേണമെങ്കിൽ പറയാം. ടി ഡി എസ് എന്ന് പറയുമ്പം ടാക്സ് ഡിഡക്റ്റഡ് അറ്റ് സോഴ്സ് എമൗണ്ടിൽ നിന്ന് ഒരു എമൗണ്ട് ഡിഡക്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ടി ഡി എസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഏതൊരു സംഭവം നടക്കുകയാണെങ്കിലും സാധാരണ രീതിയിൽ എക്സ്പെൻസുകളുടെ മുകളിലാണ് ടാക്സ് കട്ട് ചെയ്യാം. എക്സ്പെൻസുകൾ സാധാരണ, വേറെ എക്സ്പെൻസിന്റെ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ സാലറി ഒരു എക്സ്പെൻസ് ആണ്, അപ്പം അതിൻ്റെ മുകളിൽ ഒരു ടാക്സ് കട്ട് ചെയ്യും. അതേപോലെ തന്നെ കമ്മീഷൻ, അതൊരു എക്സ്പെൻസ് ആണ്, ആ കമ്മീഷന്റെ മുകളിൽ ഒരു ടാക്സ് കട്ട് ചെയ്യും. അതേപോലെ തന്നെ ലോട്ടറി ലോട്ടറി അടിക്കുന്ന, അങ്ങനെ ഗവൺമെന്റ് സ്പെസിഫിക്കലി പറഞ്ഞിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങളിലൊക്കെ നമ്മളെ ബിസിനസ്സുകൾ അല്ലെങ്കിൽ നമ്മുടെ കാര്യങ്ങൾ പോവുകയാണെങ്കിൽ ഗവൺമെന്റ് അഡ്വാൻസ് ആയിട്ട് നമ്മുടെ കയ്യിൽ നിന്ന് കുറച്ച് എമൗണ്ട് വാങ്ങി വെക്കും. അഡ്വാൻസ് ആയിട്ട് ഇതിനെ നമ്മളൊരു അഡ്വാൻസ് ടാക്സ് എന്ന് പറയാം. അപ്പം അതിന് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ടി ഡി എസുമായി ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ, ഏതിൻ്റെയൊക്കെ മുകളിലാണ് ടി ഡി എസ് പിടിക്കുക എന്നുള്ളത് നമുക്ക് പറയാം. അതിനു മുമ്പായിട്ട് ചെറിയ രീതിയിൽ നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ ഒരു എക്സാമ്പിൾ ആയിട്ട് ടി ഡി എസിനെ കുറിച്ച് പറഞ്ഞുതരാം. ഓക്കെ, എല്ലാവരും ഒന്ന് വീഡിയോയിൽ അറ്റൻഡ് ചെയ്യും. എല്ലാവരും വീഡിയോയിൽ വരെ ടി ഡി എസിനെ കുറിച്ച് പറഞ്ഞുതരാം. ഉദാഹരണമായിട്ട്, എൻ്റെ പേര് യൂനിസ് എന്നാണ്. ഇവിടെ ഒരു കോമളവല്ലി വേടം ഉണ്ട്. ഞാനൊരു എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ നടത്തുന്ന ഒരാളാണെന്ന് വിചാരിച്ചോളൂ. കോമളവല്ലി മാഡം എൻ്റെ സെയിൽസിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണെന്ന് വിചാരിക്കാം. ഞാനൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് നടത്തുന്ന ഒരാളാണ്. എൻ്റെ സ്ഥാപനത്തിൽ ബഷീർക്ക് ഉണ്ട്, അൻവർ ഷാ ഉണ്ട്, കോമളവല്ലി മാഡ് ഉണ്ട്, ഷെറീബി ഉണ്ട്. ഇവരൊക്കെ എൻ്റെ മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെന്റ്, സെയിൽസ് ഡിപ്പാർട്ട്മെന്റിൽ വർക്ക് ചെയ്യുന്ന ആളുകളാണ്. ഇവരെനിക്ക് സി കോമളവല്ലി മാഡം എനിക്ക് 1 ലക്ഷം രൂപ കമ്മീഷൻ കിട്ടത്തക്ക രീതിയിലുള്ള ഒരു ബിസിനസ് കോമളവല്ലി മാഡം എൻ്റെ ബിസിനസ്സിനകത്ത്, അതായത് മീൻസ് ഒരു പറയുകയാണ് ഒരു വലിയൊരു എമൗണ്ട്, അതിന് മാഡത്തിന് കിട്ടുന്ന ഒരു പെർസെൻറ്റേജ് 1 ലക്ഷം രൂപയാണ് എന്ന് വിചാരിക്കാം. കമ്മീഷനായിട്ട് മാഡത്തിന് കിട്ടുന്നത് 1 ലക്ഷം രൂപയാണ്. മാഡം ഒരു പക്ഷേ ഒരു 10 ലക്ഷം രൂപയുടെ ബിസിനസ് കൊണ്ടുവന്നിട്ടുണ്ട്, അല്ലെങ്കിൽ ഒരു 20 ലക്ഷം രൂപയുടെ ബിസിനസ് കൊണ്ടുവന്നിട്ടുണ്ടാവും. അത് കൊണ്ടുവരുന്ന സമയത്ത് മാഡത്തിന് ഞാൻ കൊടുക്കേണ്ട പേയ്മെന്റ് എത്രയാ? 1 lakh rupees. ഓക്കെ, ഇവിടെ രണ്ടാളുകളുള്ളത്. ഒന്ന്, ഈ ഒരു പേയ്മെന്റ് കൊടുക്കുന്ന ഞാൻ, അതേപോലെ ഈ ഒരു പേയ്മെന്റ് സ്വീകരിക്കുന്ന ഒരാൾ. പേയ്മെന്റ് കൊടുക്കുന്ന ആളെ നമ്മൾ എന്ത് വിളിക്കും? ഡിഡക്ടർ എന്നാണ് വിളിക്കാം. ഡിഡക്ട് ചെയ്യുന്ന ആളുകൾ. പേയ്മെന്റ് റിസീവ് ചെയ്യുന്ന ആളുകളെ എന്താ വിളിക്കാം? ഡിഡക്റ്റ്. നിങ്ങൾക്ക് ചാറ്റ് ബോക്സിൽ കമന്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഡിഡക്റ്റ് എന്നാണ് വിളിക്കാം. അപ്പൊ ഈ രണ്ടാളുകളുടെ കണക്ഷനാണ്. ഡിഡക്ടറും ഡിഡക്റ്റീവുമായ രണ്ട് പാർട്ടികളാണ് ഈ ഒരു ടി ഡി എസ് എന്ന് പറഞ്ഞ ഒരു സംഭവത്തിനകത്തുള്ളത്. അപ്പൊ ഞാൻ 1 ലക്ഷം രൂപ കോമളമല്ലി മാഡത്തിന് ഞാൻ കൊടുക്കുകയാണെങ്കിൽ, മാഡത്തിന് കൊടുക്കേണ്ട സോഴ്സ് എമൗണ്ട് എന്ന് പറയുന്നത് 1 lakh rupees ആണ്. ഈ 1 lakh rupees ന്റെ 2% കട്ട് ചെയ്തിട്ടായിരിക്കും മാഡത്തിന് ഞാൻ എന്ത് ചെയ്യുന്നുണ്ടാവുക? കൊടുക്കുന്നുണ്ടാവും. ഉദാഹരണം, 2000 രൂപ കട്ട് ചെയ്ത് മാഡത്തിന് ഞാൻ 98,000 rupees ആണ് കൊടുക്കുക. ബാക്കി 2000 രൂപ
ഞാൻ എന്ത് ചെയ്യും? മാഡത്തിന്റെ കയ്യിൽ നിന്ന് സോഴ്സിൽ നിന്ന് പിടിച്ചിട്ട് ഞാൻ എന്ത് ചെയ്യും? ഗവൺമെന്റിലേക്ക് ഇത് പേ ചെയ്യും. ഇതിനെയാണ് നമ്മൾ TDS എന്ന് പറയുന്നത്. ടാക്സ് ഡിഡക്റ്റഡ് അറ്റ് സോഴ്സ്. ക്ലിയർ ആയോ? ക്ലിയർ ആയോ? മൈക്ക് അൺമ്യൂട്ട് ചെയ്യാൻ പെർമിഷൻ തരാം. എന്തെങ്കിലും ഡൗട്ടുകൾ എന്ത് ചോദിക്കണേ? യെസ്, ക്ലിയർ. ആവശ്യമില്ലാത്ത ആളുകൾ സംസാരിച്ച് കഴിഞ്ഞ് ഞാൻ മൈക്ക് വിട്ടിരുന്നാൽ മതി. TDS എന്ന് പറയുമ്പോൾ ടാക്സ് ഡിഡക്റ്റഡ് അറ്റ് സോഴ്സ് ആണ്. ടാക്സ് ഡിഡക്റ്റഡ് സോഴ്സ് എന്ന് പറയുമ്പോൾ സോഴ്സിൽ നിന്ന് ഒരു ചെറിയ എമൗണ്ട് കട്ട് ചെയ്ത് ഗവൺമെന്റിലേക്ക് പേ ചെയ്യുന്നതിനെയാണ് TDS എന്ന് പറയുന്നത്. ഇതൊരു അഡ്വാൻസ് ടാക്സ് ആണ്. ആക്ച്വലി കോമളവല്ലി മാഡം, ഇതിന്റെ ടാക്സ് ശരിക്ക് പേ ചെയ്യേണ്ടത് ഈ ഒരു വർഷം കഴിഞ്ഞതിന് ശേഷം ഇൻകം ടാക്സ് ഫയൽ ചെയ്യുന്ന സമയത്താണ് ഈ ടാക്സ് ശരിക്ക് മാം എന്ത് ചെയ്യേണ്ടത്? ഗവൺമെന്റിലേക്ക് പേ ചെയ്യേണ്ടത്. അപ്പൊ അതിന് പകരമായിട്ട് ഗവൺമെന്റ് എന്താ പറയുന്നത് വെച്ചാൽ എപ്പോഴാണോ മാഡത്തിന് അങ്ങനെ ഒരു സംഭവം കൊടുക്കുന്നത് ആ ഒരു മൊമെന്റിൽ തന്നെ എന്ത് ചെയ്യാം? ടാക്സ് കട്ട് ചെയ്യാം. കട്ട് ചെയ്തിട്ട് എന്ത് ചെയ്യാം? ആ ഒരു എമൗണ്ട് ഗവൺമെന്റിലേക്ക് അടക്കാം. പിന്നീട് മാഡം എല്ലാ വർഷവും സാധാരണ രീതിയിൽ ചെയ്യുന്നത് പോലെ തന്നെ ഇൻകം ടാക്സ് ഫയൽ ചെയ്യും അല്ലെ? മാഡത്തിന്റെ വരുമാനമൊക്കെ ഉപയോഗിച്ചിട്ട് ഇൻകം ടാക്സ് എനിക്ക് ഇത്ര വരുമാനം ഉണ്ടെന്നൊക്കെ പറയും. അപ്പൊ അങ്ങനെ എന്ത് ചെയ്തു? ഈ ഒരു വർഷം ഒരു 10,000 രൂപ ഗവൺമെന്റിലേക്ക് പേ ചെയ്യാനുണ്ട് എന്ന് വിചാരിക്കും. അപ്പോൾ ഓൾറെഡി നമ്മൾ TDS ആയിട്ട് കട്ട് ചെയ്തിട്ടുള്ള ഒരു എമൗണ്ട് ഉണ്ടാവുമല്ലോ, ഈ എമൗണ്ട് കഴിഞ്ഞിട്ടുള്ള ബാലൻസ് എമൗണ്ട് എന്ത് ചെയ്താൽ മതി? ഗവൺമെന്റിലേക്ക് പേ ചെയ്താൽ മതി. ക്ലിയർ ആയല്ലോ? നമ്മുടെ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് പോലെ നമ്മൾ അടച്ച സാധനം നമ്മൾ അവിടെ തന്നെ ഉണ്ടാവും, എവിടെയും പോകത്തില്ല. ക്ലിയർ ആയല്ലോ? അപ്പൊ രണ്ടാളുകളുള്ളത്, ഒന്ന് ഡിഡക്ടർ ഉണ്ട്, മറ്റൊന്ന് ഡിഡക്റ്റ് ഉണ്ട്. ഡിഡക്ടർ ഇങ്ങനെ ഒരു പേയ്മെന്റ്, ഇങ്ങനെ ഒരു എക്സ്പെൻസ് കൊടുക്കുന്ന സമയത്ത് തന്നെ ഇവരുടെ കയ്യിൽ നിന്ന് കളക്ട് ചെയ്ത് അവരുടെ അക്കൗണ്ടിലേക്ക് എന്ത് ചെയ്യും? പേയ്മെന്റ് ചെയ്യും. ക്ലിയർ ആണോ? ഓക്കെ ആണല്ലോ? അങ്ങനെ ഒരുപാട് എക്സ്പെൻസുകൾ ഉണ്ട്. സാലറി മാത്രമല്ല, സാലറി ഉണ്ട്, കമ്മീഷൻ ഉണ്ട്, പിന്നെന്തൊക്കെയുള്ള എക്സാമ്പിൾ പറഞ്ഞാണ്? റെന്റ് ഉണ്ട്, പിന്നെ ലേബർ. ലേബർ ഉണ്ട്, പിന്നെ ഇൻട്രസ്റ്റ് അല്ലെ, ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യുന്ന സമയത്തുള്ള ഇൻട്രസ്റ്റ് ഉണ്ട്, പിന്നെ എംപ്ലോയി പ്രൊവിഡന്റ് ഫണ്ടിന്റെ മുകളിലുണ്ട്, സെക്യൂരിറ്റി ഇൻട്രസ്റ്റ് കിട്ടിയതിന്റെ മുകളിലുണ്ട്. നമുക്ക് വിശദമായിട്ട് പഠിക്കാം. ഡൊമസ്റ്റിക് കമ്പനികളുടെ ഡിവിഡൻഡ് കിട്ടിയ രീതിയിലുണ്ട്, അതുപോലെ ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യുന്നതിൽ, പിന്നെ ബാങ്കിൽ നിന്ന് നമുക്ക് കിട്ടിയ ഇൻട്രസ്റ്റിന്റെ മുകളിൽ, നമുക്ക് ലോട്ടറി അടിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മളൊരു ഓൺലൈൻ ഗാംബ്ലിങ്ങിലൊക്കെ ബിസിനസ്, അവിടെ നമുക്ക് ഗെയിം കളിച്ചാൽ, അല്ലെങ്കിൽ ഹോഴ്സ് റേസ് കുതിരപ്പന്തയം അങ്ങനെയുള്ള സംഭവത്തിൽ കോൺട്രാക്ട് കൊടുക്കുന്നിടത്ത്, ഷെയർ പിന്നെ ട്രേഡിംഗ്. ഇൻഷുറൻസിന്റെ കമ്മീഷൻ കൊടുക്കുന്നിടത്ത്, ഇൻഷുറൻസ് പോളിസിയുടെ ഭാഗത്ത്, പിന്നെ അതേപോലെ വേറെ എന്തൊക്കെയാ? ഷെയർ ട്രേഡിംഗ്. ഷെയർ ട്രേഡിങ്ങിൻ്റെ അകത്ത്, ബ്രോക്കറേജ് ഫീസിന്റെ അകത്ത്, പിന്നെ ലോട്ടറി ടിക്കറ്റിന്റെ കമ്മീഷൻ കൊടുക്കുന്നിടത്ത്, ഇതിനകത്ത് ഒരുപാട് പേരുണ്ട്. 192, 192A, 193, 194B, 194BA, 194BA, പിന്നെ 194DA, 194D, 194H. ഇതൊക്കെ ഓരോ സെഷൻസ് ആണ്, TDSന്റെ ഓരോ സെഷൻസ് ആണ് ഞാൻ പറയുന്നതൊക്കെ. അത് നമുക്ക് പിന്നീട് വിശദമായിട്ട് പഠിക്കാം. പിന്നെ പ്രൊഫഷണൽ പ്രോപ്പർട്ടി. ടെക്നിക്കൽ ഫീസ് കൊടുക്കുന്ന ഡോക്ടർമാർക്ക്, CA കൊടുക്കുന്ന 194J എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. പ്രോപ്പർട്ടി അതേപോലെ പ്രോപ്പർട്ടി വാങ്ങുമ്പോഴും വിൽക്കുമ്പോഴും. ആ പ്രോപ്പർട്ടി വാങ്ങുമ്പോൾ വിൽക്കുമ്പോൾ ഉള്ളുണ്ട്. അത് പിന്നെ 194LE എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇമ്മൂവബിൾ പ്രോപ്പർട്ടി പർച്ചേസ് ചെയ്യുന്ന 194LE എന്ന് പറഞ്ഞ സംഭവമുണ്ട്. ഇങ്ങനെ ഒരുപാട് ഫോംസുകളുണ്ട്. നിങ്ങളെല്ലാം ഇപ്പം കൺഫ്യൂഷൻ ആയിട്ട് പഠിക്കേണ്ട ആവശ്യമില്ല. ഇതൊക്കെ ഗവൺമെന്റ് പറഞ്ഞിട്ടുണ്ട്. ഇന്ന ഇന്ന എക്സ്പെൻസുകളൊക്കെ നടക്കുമ്പോൾ ആ ഒരു എക്സ്പെൻസ് നടക്കുന്നതോട് കൂടെ തന്നെ അതിന്റെ പേയ്മെന്റ് ആ ഒരു സമയത്ത് തന്നെ എന്ത് ചെയ്യണം? പിടിച്ചിട്ട് ഗവൺമെന്റിലേക്ക് എന്ത് ചെയ്യണം? പേ ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ക്ലിയർ ആയല്ലോ? അപ്പൊ എന്താണ് TDS എന്നുള്ള സംഭവം? കിട്ടിയല്ലോ? TDS എന്ന് പറഞ്ഞാൽ ഒരു അഡ്വാൻസ് ടാക്സ് ആണ്. എന്തെങ്കിലും ഒരു എക്സ്പെൻസ് നടക്കുമ്പോൾ ആ ഒരു സോഴ്സ് എമൗണ്ടിൽ നിന്ന് തന്നെ എമൗണ്ട് കളക്ട് ചെയ്യണം. ക്ലിയർ ആയല്ലോ? ഒരു എക്സാമ്പിൾ കൊണ്ട് പറയാം, ഒരു റെന്റിന്റെ എക്സാമ്പിൾ കൊണ്ട് പറയാം. ഞാൻ ഈ സ്ഥാപനത്തിൽ അല്ലെ, ഞാനിവിടെ ഈ ഒരു സ്ഥാപനം വർക്ക് ചെയ്യുന്നിടത്ത് ഇതിന് ഒരു റെന്റ് കൊടുക്കുന്നുണ്ടെന്ന് വിചാരിക്കും. ഇപ്പം ഏറ്റവും ലേറ്റസ്റ്റ് വന്നത് 50,000 രൂപയാണ്. മുമ്പ് 1 lakh ആയിരുന്നു. 1 lakh റുപ്പീസ് ഞാൻ ഇവിടെ നിൽക്കുന്ന വിചാരിച്ചല്ലോ, 1 lakh റുപ്പീസ് ആണ് ഇതിന്റെ റെന്റ് എന്ന് വിചാരിക്കും. അങ്ങനെ എൻ്റെ ബിൽഡിംഗ് ഓണർ എൻ്റെ കയ്യിൽ നിന്ന് ഈ 1 lakh റുപ്പീസ് വാങ്ങിക്കുമല്ലോ. വാങ്ങിക്കുന്ന സമയത്ത് ഞാൻ ഫുൾ 1 lakh കൊടുക്കാൻ പാടില്ല. അതിന് 10% കട്ട് ചെയ്യാം, മീൻസ് 10,000 കട്ട് ചെയ്യാം. എന്നിട്ട് അയാളുടെ പേരിൽ ഗവൺമെന്റിലേക്ക് പേ ചെയ്യാം. ബാക്കി 90,000 അയാൾക്ക് കൊടുത്താൽ മതി. ഇതാണ് TDS, ടാക്സ് ഡിഡക്റ്റഡ് അറ്റ് സോഴ്സ്. ക്ലിയർ ആയല്ലോ? സെറ്റ് ആണല്ലോ? തെറ്റാണോ? ഓക്കെ. ഇതിന് ഡിഡക്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന് പാൻ കാർഡ് വേണം, മറ്റൊന്ന് ടാൻ വേണം. ശ്രദ്ധിക്കണേ,
ഒന്ന് പാൻ കാർഡ് വേണം, മറ്റൊന്ന് ടാൻ വേണം. പാൻ കാർഡ് എന്ന് പറഞ്ഞാൽ എന്താ? ഫുൾ ഫോം എന്താ പാൻ കാർഡിന്റെ ഫുൾ ഫോം? പെർമനന്റ് അക്കൗണ്ട് നമ്പർ. പെർമനന്റ് അക്കൗണ്ട് നമ്പർ. പാൻ എന്ന് പറയുമ്പോൾ പെർമനന്റ് അക്കൗണ്ട് നമ്പർ. ടാൻ എന്ന് പറയുമ്പോൾ ടാക്സ് ഡിഡക്റ്റേഴ്സ് ടാക്സ് അക്കൗണ്ട് നമ്പർ. അക്കൗണ്ട്. ടാക്സ് ഡിഡക്റ്റേഴ്സ് അക്കൗണ്ട് നമ്പർ. ഈ ടാൻ എടുക്കണം എന്നുണ്ടെങ്കിൽ പാൻ വേണം. ടാൻ എടുക്കണം എന്നുണ്ടെങ്കിൽ പാൻ വേണം. ഇതൊന്നുമല്ല, ഇതിനകത്തേക്കാണ് ടാനിലേക്കാണ് നമ്മൾ പേയ്മെന്റ് ചെയ്യുക. പേയ്മെന്റ് ചെയ്യുന്ന സമയത്ത് നേരത്തെ പറഞ്ഞാൽ കോമൺവെൽത്ത് മാഡത്തിന്റെ അക്കൗണ്ടിലേക്ക് ഈ സാധനം വരുന്നു. അത് എവിടെയാണ് ഇൻകം ടാക്സിന് എവിടെ വരുന്നത്, എങ്ങനെയാണെന്ന് നോക്കാൻ എന്ത് ചെയ്യാം, നമുക്ക് പറയാം. ക്ലിയർ ആയില്ലേ? രണ്ട് സംഭവങ്ങളുള്ളത്. ഒന്നിനകത്ത് പാൻ ഉള്ളത്, മറ്റത് ടാന്. പാൻ എന്ന് പറയുമ്പോൾ പെർമനന്റ് അക്കൗണ്ട് നമ്പർ. പെർമനന്റ് അക്കൗണ്ട് നമ്പർ. ടാൻ എന്ന് പറയുമ്പോൾ ടാക്സ് ഡിഡക്റ്റേഴ്സ് അക്കൗണ്ട് നമ്പർ. ടാക്സ് ഡിഡക്റ്റേഴ്സ് അക്കൗണ്ട് നമ്പർ. ക്ലിയർ ആയില്ലേ? യെസ്. ഇപ്പൊ ഗവൺമെന്റ് സ്പെസിഫിക്കലി കുറച്ച് എക്സ്പെൻസുകളെ പറഞ്ഞിട്ടുണ്ട്. ആ എക്സ്പെൻസുകളൊക്കെ ഒരു സീലിംഗ് ലിമിറ്റ് പറഞ്ഞിട്ടുണ്ട്. അതായത് ഈ എക്സ്പെൻസ് ഇത്ര പരിധിക്ക് അപ്പുറത്ത് പോയി കഴിഞ്ഞാൽ, ഇപ്പൊ കമ്മീഷൻ, എല്ലാ കമ്മീഷന്റെ മുകളിലും 2% കട്ട് ചെയ്യണ്ട. ഗവൺമെന്റ് അതിനൊരു സീലിംഗ് ലിമിറ്റ് പറഞ്ഞിട്ടുണ്ട്. ഇത്ര, അല്ലെങ്കിൽ ഒരു മാസം ഇത്ര ആയി കഴിഞ്ഞാൽ, ഒരു വർഷം ഇത്ര ആയി കഴിഞ്ഞാൽ, ഇതിന്റെ മുകളിലായി കഴിഞ്ഞാൽ പിടിക്കണം പിടിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം നമ്മൾ ഇതിനകത്ത് നോക്കുന്ന സമയത്ത് 4 പ്രധാനപ്പെട്ട പോയിന്റുകൾ ശ്രദ്ധിക്കേണ്ടത്. ഒന്ന്, ഏത് എക്സ്പെൻസ് ആണ് അവിടെ നടന്നത് എന്നുള്ളത് ഇമ്പോർട്ടൻ്റ്. കാരണം സാലറിക്ക് പിടിക്കുന്ന ടി ഡി എസ് ഡിഫറെൻ്റ് ആണ്, റെന്റിന് പിടിക്കുന്ന ടി ഡി എസിന്റെ പെർസെൻറ്റേജ് ഡിഫറെൻ്റ് ആണ്, കമ്മീഷന് പിടിക്കുന്ന ടി ഡി പെർസെൻറ്റേജ് ഡിഫറെൻ്റ് ആണ്, സെക്യൂരിറ്റിക്ക് പിടിക്കുന്ന പെർസെൻറ്റേജ് ഡിഫറെൻ്റ് ആണ്, പർച്ചേസ് ചെയ്യുമ്പോൾ പിടിക്കുന്ന സെക്യൂരിറ്റി എല്ലാം ഡിഫറെൻ്റ് ആണ്. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത്, എക്സ്പെൻസിന്റെ മുകളിലാണ് സാധാരണ രീതിയിൽ പർച്ചേസ് ചെയ്യുന്നിടത്തുണ്ട്, നമുക്ക് പറയാം. എക്സ്പെൻസിന്റെ മുകളിലാണ് ടി ഡി എസ് അപ്ലിക്കബിൾ ആകുന്നത് മനസ്സിലാക്കുക. അപ്പൊ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ഏത് തരത്തിലുള്ള എക്സ്പെൻസ് ആണ് നമ്മുടെ സ്ഥാപനത്തിൽ നടന്നത് എന്നുള്ളത്. റെന്റ് ആണോ, അത് കമ്മീഷൻ ആണോ എന്ന് എന്ത് ചെയ്യാം, ആദ്യം മനസ്സിലാക്കുക. എന്നിട്ട് ചെക്ക് ദ സീലിംഗ് ലിമിറ്റ്. അതിന്റെ സീലിംഗ് ലിമിറ്റ് എത്തിയിട്ടുണ്ടോ നോക്കാം. ഇപ്പൊ റെന്റിന്റെ കേസ് ആണെങ്കിൽ 50,000 രൂപ, അതിന്റെ സീലിംഗ് ലിമിറ്റ് എത്തിയിട്ടുണ്ടോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യണം. സീലിംഗ് ലിമിറ്റ് 50,000 രൂപ എത്തിയിട്ടുണ്ടോ എന്ന് എന്ത് ചെയ്യണം, നമ്മൾ ചെക്ക് ചെയ്യണം. അതേപോലെ പിന്നെ എംപ്ലോയി പ്രൊവിഡന്റ് ഫണ്ടിന്റെ കേസിലാണെങ്കിൽ 50,000 രൂപ എത്തിയിട്ടുണ്ടോ എന്നുള്ളത് നമ്മൾ ചെക്ക് ചെയ്യണം. ഇനി എന്താ പറയാ, ഡിവിഡൻറ്റുമായി ബന്ധപ്പെട്ട കേസാണെങ്കിൽ 10,000 റുപ്പീസ് എത്തിയിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യണം. ബാങ്കിലിടുന്ന ഡെപ്പോസിറ്റിന്റെയും പോസ്റ്റ് ഓഫീസിലെ ഡെപ്പോസിറ്റ് ഒക്കെ കാണുന്നില്ലേ, ആ സാധനം 50,000 രൂപ എത്തിയിട്ടുണ്ടോ എന്ന് നോക്കണം. അല്ലെങ്കിൽ 1 lakh, സീനിയർ സിറ്റിസന്റെ കേസിലാണെങ്കിൽ 1 lakh എത്തിയിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യണം. പിന്നെ ഇൻട്രസ്റ്റിന്റെ മുകളിലാണെങ്കിൽ 10,000 മുകളിൽ എത്തിയിട്ടുണ്ടോ ചെക്ക് ചെയ്യണം. ഇങ്ങനെ ഒരു സീലിംഗ് ലിമിറ്റ് വിശദമായിട്ട് നമുക്ക് പറയാം. എത്രയാണ് ഓരോന്നിന്റെയും സീലിംഗ് ലിമിറ്റ് എന്നുള്ളത് നമുക്ക് വിശദമായിട്ട് പറയാം. അപ്പൊ ആദ്യം നമ്മൾ ഏത് എക്സ്പെൻസ് ആണോ എന്നുള്ളത് അനലൈസ് ചെയ്യാം. രണ്ടാമത് നമ്മൾ എത്തിയിട്ടുള്ള ഈ സാധനം ഈ ഒരു സീലിംഗ് ലിമിറ്റ് എത്തിയിട്ടുണ്ടോ എന്ന് നോക്കാം. സീലിംഗ് ലിമിറ്റ് എത്തിയിട്ടുണ്ടെങ്കിൽ ആ സീലിംഗ് ലിമിറ്റ് എത്തിക്കഴിഞ്ഞാൽ എത്ര പെർസെൻറ്റേജ് ടാക്സ് ഗവൺമെന്റിലേക്ക് പേ ചെയ്യണം, അതൊക്കെ നമുക്കൊരു ലിസ്റ്റോ സ്ലാബോ ആക്കിയിട്ട് ഞാൻ അതേ ഗ്രൂപ്പിനകത്ത് ഇട്ട് തരുന്നുണ്ട്. ഇതിന് എത്ര പെർസെൻറ്റേജ് എന്നുള്ള സംഭവം. അപ്പോൾ ആദ്യം എക്സ്പെൻസ് നോക്കുക, ഏത് സീലിംഗ് ലിമിറ്റ് എത്തിയിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യാം. പിന്നെ അതിൻ്റെ ടാക്സിൻ്റെ പെർസെൻറ്റേജ് എത്രയാണെന്ന് നോക്കാം. അതിനുശേഷം ആ ഒരു എമൗണ്ട് കളക്ട് ചെയ്യാം. കളക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ടാൻ വഴി എന്ത് ചെയ്യാം, ഗവൺമെന്റിലേക്ക് പേ ചെയ്യാം. പേ ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് പേ ചെയ്യുന്ന കഴിഞ്ഞോടുകൂടി നമ്മളെ കട്ട് ചെയ്തവന്റെ ബാധ്യത കഴിഞ്ഞു. പിന്നെ പണി എന്താ? പിന്നെ ആരതാണോ കട്ട് ചെയ്തത് അവൻ എന്ത് ചെയ്യണം, ഇൻകം ടാക്സ് ഫയൽ ചെയ്യണം. കട്ട് ചെയ്ത എമൗണ്ട് അവന് വേണമെങ്കിൽ എന്ത് ചെയ്യാം, റീഫണ്ട് ചെയ്ത് തിരിച്ചെടുക്കാം. അവൻ ഇൻകം ടാക്സ് ഫയൽ ചെയ്തിട്ടില്ലെങ്കിൽ അവന് റീഫണ്ട് കിട്ടില്ല. ക്ലിയർ ആയോ? ഇത്രയും കാര്യങ്ങളാണ് എന്ത് ചെയ്യേണ്ടത്, പാൻ കാർഡും ടി ഡി എസുമായി ബന്ധപ്പെട്ട് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. സെറ്റ് അല്ലേ? അപ്പൊ 4 എലമെന്റ്സ് മനസ്സിലാക്കാം. ആദ്യം ഏത് എക്സ്പെൻസ് ആണോ, അനലൈസ് ദ എക്സ്പെൻസസ്, ചെക്ക് ദ സീലിംഗ് ലിമിറ്റ്, അപ്ലൈ ദ ടി ഡി എസ് ഓർ റെന്റ് ടി ഡി എസ് കോഡ് ആൻഡ് ടി ഡി എസ് പെർസെൻറ്റേജ്, പേ ദ ടാക്സ്, ഫയൽ ദ ഇൻകം ടാക്സ്. ക്ലിയർ ആയില്ലേ? ഇത്രയും കാര്യങ്ങളാണ്. ഓക്കെ, ഇതിനകത്തുള്ള 2 പ്രധാനപ്പെട്ട ഡോക്യുമെന്റുകൾ പറഞ്ഞു. ഒന്ന് പാൻ ആണ്. പാൻ എന്ന് പറയുമ്പോൾ പെർമനന്റ് അക്കൗണ്ട് നമ്പർ. രണ്ടാമത്തത് ടാൻ ആണ്, ടാക്സ് ഡിഡക്റ്റേഴ്സ് അക്കൗണ്ട് നമ്പർ. ക്ലിയർ ആയില്ലേ? ഓക്കെ ആണോ? സെറ്റ് ആണോ? സെറ്റ് അല്ലേ? ഇനി പാൻ കാർഡ് എല്ലാവരുടെ കയ്യിലും പാൻ കാർഡ് ഉണ്ടോ? എല്ലാവരുടെ കയ്യിലും പാൻ കാർഡ് ഉണ്ടോ? പാൻ കാർഡ് ഇല്ലാത്ത ആളുകൾ പെട്ടെന്ന് പാൻ കാർഡ് എടുക്കണം കേട്ടോ. പഴയ പോലെയല്ല. പാൻ കാർഡ് ഇല്ലാത്ത ബാങ്ക് അക്കൗണ്ടുകളൊക്കെ ബാങ്ക് ഫ്രീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്.
നിങ്ങൾ കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയ ക്യാഷ് ചില സമയത്ത് അവിടെ ലോക്കാവും. പിന്നെ ആ പാനൊക്കെ വരാൻ ടൈം എടുക്കുകയാണെങ്കിലൊക്കെ അപ്പോഴൊക്കെ എന്ത് ചെയ്യും, നിങ്ങൾ വീണ്ടും വീണ്ടും ബുദ്ധിമുട്ടിലേക്ക് പോകും. ക്ലിയർ ആയില്ലേ? സാർ ഇപ്പൊ പുറമേന്ന് ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്യുമ്പോൾ അക്കൗണ്ട് ബ്ലോക്ക് ആവുണ്ടെന്ന് പറയുന്നുണ്ടല്ലോ. പുറമേന്ന് ഇതെല്ലാം പാൻ കാർഡുമായി ബന്ധപ്പെട്ട ലിങ്കുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തന്നെയാണ്. പുറമേന്ന് പുറമേന്ന് ബ്ലോക്ക് ആവുന്നതിന് മറ്റു റീസണുകളുണ്ട്. ഈ ക്രിപ്റ്റോ കറൻസികളും മറ്റു കാര്യങ്ങളൊക്കെ ആക്കിയിട്ട് ഈ ഉണ്ടിപ്പൈസ എന്ന് പറഞ്ഞ രീതിയിൽ പുറത്തു വരുന്ന ഫണ്ടുകളൊക്കെ വരുന്ന അതായത് അത് ഇപ്പോൾ നമ്മുടെ പേരിന് നന്നായിട്ട് നമ്മുടെ ബാങ്കുകൾ പേരിന് ശ്രദ്ധിക്കുന്നുണ്ട്. അപ്പോൾ അതിൽ നിന്ന് വരുന്ന ഇഷ്യൂസ് ആയിരിക്കും. ഓക്കെ, നമ്മുടെ അപ്പോൾ രണ്ട് പേരിന് കാര്യങ്ങൾ: ഒന്ന് പുറത്താണ് അത്. പെർമനന്റ് അക്കൗണ്ട് നമ്പർ, രണ്ടാമത് ടാക്സ് ഡിഡക്റ്റേഴ്സ് അക്കൗണ്ട് നമ്പർ. ഓക്കെ, ഇനി ടാൻ എടുക്കണം എന്നുണ്ടെങ്കിൽ പാൻ നിർബന്ധമാണ്. ടാൻ എടുക്കണം എന്നുണ്ടെങ്കിൽ പാൻ നിർബന്ധം. അതായത് പാൻ നമ്പർ ഈസ് മാൻഡേറ്ററി ടു അപ്ലൈ ഫോർ ടാൻ നമ്പർ. ക്ലിയർ ആയില്ലേ? അപ്പൊ പാൻ കാർഡ് എല്ലാവർക്കും എടുക്കാൻ അറിയില്ലേ? പാൻ കാർഡ് എടുക്കാൻ എല്ലാവർക്കും അറിയില്ലേ? അറിയോ? 2 മിനിറ്റോട് പാൻ കാർഡ് എടുക്കട്ടോ. പാൻ കാർഡ് എടുക്കാൻ ഒരുപാട് പണിയൊന്നുമില്ല. ചെറിയ കുറച്ച് കണ്ടീഷൻസ് ഉണ്ട്. ആ കണ്ടീഷൻസ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പൊ നിങ്ങൾ ആയിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് ആരുടെങ്കിലും പാൻ എടുക്കണമെങ്കിൽ നമുക്ക് ലൈവായിട്ട് ഇവിടെ നിന്ന് എടുക്കുകയാണെങ്കിൽ, ഇനി എടുക്കണം എന്നുണ്ടെങ്കിൽ സിമ്പിൾ ആണ്. ഇൻസ്റ്റന്റ് പാൻ എടുത്താൽ മതി. ഓക്കെ, ഇനി എന്താണ് പാനകത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് ഉണ്ടാവുക എന്നുള്ളതാണ്. പാനകത്ത് 10 ആണ് ഉണ്ടാവുക. പാനകത്ത് 10 ക്യാരക്ടേഴ്സ് ആണ് ഉണ്ടാവുക. നിങ്ങളുടെ കയ്യിലൊക്കെ പാൻ ഉണ്ടെങ്കിൽ അതിന് ആ നമ്പർ 10 ക്യാരക്ടേഴ്സ് ആയിരിക്കും. 5 ആൽഫബറ്റും 10 ക്യാരക്ടേഴ്സ്. അതിൽ ആദ്യത്തെ 5 എന്ന് പറയുന്നത് ആൽഫബറ്റ് ആയിരിക്കും. ആദ്യത്തെ ആദ്യത്തെ 4 ഡിജിറ്റ്, ആദ്യത്തെ 5 ഡിജിറ്റിലെ അഞ്ച് അത് ഡിജിറ്റ്. ക്യാരക്ടേഴ്സ് ആയിരിക്കും. ഇത് ശരിക്കും മനസ്സിലാക്കണേ. ഇതിൽ ഓരോ ഡിജിറ്റുകളും സംഭവം നമുക്ക് ഒരു പാൻ കാർഡ് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഇത് കമ്പനിയുടെ പാൻ കാർഡാണ്, ഇത് പാർട്ണർഷിപ്പിൻ്റെതാണ്, ഇത് പ്രൊപ്രൈറ്ററിയുടേതാണ്, ഇത് അല്ലെങ്കിൽ ഇത് കമ്പനിയാണ്. ഇതൊക്കെ പാൻ കാർഡ് നോക്കിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇതൊരു ഇൻഡിവിജ്വൽ ആണ് എന്നുള്ളതൊക്കെ നമുക്കൊരു പാൻ കാർഡ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് പറയാൻ വേണ്ടി പറ്റണം. അപ്പൊ അതുകൊണ്ട് ഒരു പാൻ കാർഡ് കൺസിസ്റ്റ് ഓഫ് 10 ക്യാരക്ടേഴ്സ്. 10 അക്ക നമ്പേഴ്സ് ആണ് ഉണ്ടാവുക. അതിൽ ആദ്യത്തെ 5 അക്കം എന്ന് പറയുന്നത് ആൽഫബറ്റ് ആയിരിക്കും. ആൽഫബറ്റ് ABCD എന്ന് പോലുള്ള ആൽഫബറ്റ് ആയിരിക്കും. പിന്നെ 6 to 9, 6 മുതൽ 9 വരെ എന്തായിരിക്കും? നമ്പേഴ്സ് നമ്പേഴ്സ് ആയിരിക്കും, ന്യൂമറിക് ആയിരിക്കും. ഓക്കെ, ലാസ്റ്റ് ആൽഫബറ്റ് എന്തായിരിക്കും? ആൽഫബറ്റ് തന്നെ ആൽഫബറ്റ്. ആയിരിക്കും. ക്ലിയർ ആയില്ലേ? അപ്പൊ ഒരു പാൻ കാർഡ്, ഇപ്പോൾ പാൻ കാർഡും ടാൻ കാർഡിന്റെ നമ്പർ കണ്ടു കഴിഞ്ഞാൽ എല്ലാം 10 ക്യാരക്ടേഴ്സ് തന്നെയാണ്. പക്ഷെ ഈ സംഭവങ്ങൾ വെച്ചിട്ടായിരിക്കും നമുക്ക് പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാം. ഉദാഹരണം, ഇപ്പോൾ ഞാൻ ഷെറി ബേബിനോട് ചോദിക്കുന്നു നിങ്ങളെ പാൻ കാർഡ് തരുമെന്ന് ചോദിക്കുമ്പോൾ മാഡം അറിയാണ്ട് ടാൻ നമ്പർ എന്ന് കഴിഞ്ഞാൽ നമുക്ക് അപ്പം തന്നെ മനസ്സിലാവും മാഡം ഇത് ടാൻ അല്ല, ഇത് പാൻ അല്ല, ടാൻ ആണെന്ന് പറയാൻ എന്ത് ചെയ്യണം? അപ്പം ഇതൊക്കെ ഒരു കൺസൾട്ടിങ് ഫേമിലൊക്കെ വർക്ക് ചെയ്യുന്ന സമയത്താണ് ഒരുപാട് ആളുകളുടെ ഫയൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വരുമ്പോഴാണ് നമുക്ക് എന്ത് ചെയ്യുക, കൺഫ്യൂഷൻ ഉണ്ടാകുക. നമുക്ക് ചെറിയ കാര്യമാണെന്ന് വെച്ചിട്ട് ഒഴിവാക്കണ്ട, മനസ്സിലാക്കി തന്നെ നമുക്ക് സ്ക്രാച്ചിൽ നിന്ന് തന്നെ പഠിച്ചു തുടങ്ങാം. പാൻ കാർഡിന് 10 ക്യാരക്ടേഴ്സ് ആണുള്ളത്. ആദ്യത്തെ 5 ക്യാരക്ടേഴ്സ് എന്ന് പറയുന്നത് ആൽഫബറ്റ് ആണ്. 6 മുതൽ 9 വരെയുള്ളത് നമ്പേഴ്സ് ആണ്. പിന്നെ ക്യാരക്ടർ ആണ് വരുന്നത്. ക്ലിയർ ആണല്ലോ? നിങ്ങളുടെ കയ്യിലുള്ള പാൻ കാർഡ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കൂ. അല്ലേ? ചെക്ക് ചെയ്ത് നോക്കി നിങ്ങൾക്ക് മനസ്സിലാവും ഇതേ രീതിയിലായിരിക്കും പാൻ കാർഡ് ഉണ്ടാവുക. ഇനി ടാൻ 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 കാർഡ് എങ്ങനെ ഉണ്ടാവുക? ടാനും എന്ന് പറയുന്നത് 10 ക്യാരക്ടേഴ്സ് ആയിരിക്കും. ടാനിൽ വരുന്നത് 10 ക്യാരക്ടേഴ്സ് ആയിരിക്കും. അപ്പൊ അതിനകത്ത് ആദ്യത്തെ 4 ഡിജിറ്റ് അത് ആൽഫബറ്റ് ആയിരിക്കും. ആദ്യത്തെ 4 ഡിജിറ്റ് ആൽഫബറ്റ് ആയിരിക്കും. 4 ഡിജിറ്റ് ആൽഫബറ്റ്. അത് കഴിഞ്ഞാലും 5 മുതൽ 9 വരെ, 5th to 9 വരെ നമ്പേഴ്സ് ആയിരിക്കും. ലാസ്റ്റത്തെ ക്യാരക്ടർ എന്തായിരിക്കും? ആൽഫബറ്റ്. ആൽഫബറ്റ് ആയിരിക്കും. ഇതാണ് ടാനിന്റെ ഉള്ളിനകത്ത് വരുന്നത്. നിങ്ങളുടെ കയ്യിലുള്ള ടാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് ചെക്ക് ചെയ്യാം. ടാൻ നമ്പർ ഉണ്ടെങ്കിൽ ചെക്ക് ചെയ്യാം. പാൻ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം? ചെക്ക് ചെയ്യാം. ഓക്കെ ആണല്ലോ? ഓക്കെ. ഇനി ഗൂഗിളിൽ കയറി ജസ്റ്റ് നിങ്ങൾക്ക് ഒന്നും നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ ഒന്നും കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഗൂഗിളിൽ കയറാം. റിലയൻസ് ഇൻഡസ്ട്രിയുടെ ഒരു സംഭവം എടുത്തു നോക്കി, അല്ലെങ്കിൽ ടാറ്റ മോട്ടോഴ്സിന്റെ ഒരു സംഭവം എടുത്തു നോക്കി, അദാനി എന്റർപ്രൈസിന്റെ ഒരു സംഭവം എടുത്തു നോക്കി. ഗൂഗിൾ ചെയ്താൽ കിട്ടും, ഇന്റർനെറ്റിൽ തന്നെ സെർച്ച് ചെയ്താൽ കിട്ടും. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും ആ ക്യാരക്ടേഴ്സ് എങ്ങനെയാണ് സെറ്റ് ചെയ്തേക്കുന്നത്. പെട്ടെന്ന് സെർച്ച് ചെയ്താൽ കിട്ടുന്ന സാധനമാണ്. റിലയൻസിൻ്റെ പെട്ടെന്ന് കിട്ടും, ടാറ്റ മോട്ടോഴ്സിന്റെ പെട്ടെന്ന് കിട്ടും,
അദാനി എന്റർപ്രൈസിനെ പെട്ടെന്ന് കിട്ടും. ഓക്കെ. ഇനി ഒരു പാൻ കാർഡ് നോക്കിക്കഴിഞ്ഞാൽ ഒരു പാൻ കാർഡ് നോക്കിക്കഴിഞ്ഞാൽ ഇത് ഏത് ബിസിനസ് മോഡലാണ് എന്ന് നമുക്ക് പറയാൻ വേണ്ടി പറ്റണം. ഒരു പാൻ കാർഡ് നോക്കിക്കഴിഞ്ഞാൽ അതെങ്ങനെ പറയാൻ പറ്റുക? ഒരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി ആണെങ്കിൽ, ഒരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി അല്ലെങ്കിൽ ഒരു പബ്ലിക് ലിമിറ്റഡ് കമ്പനി ആണെങ്കിൽ അതിന്റെ ഫോർത്ത് ആൽഫബറ്റ് സി ആയിരിക്കും. നാലാമത്തെ ആൽഫബറ്റ് കമ്പനി ആണെങ്കിൽ സി ആയിരിക്കും. അത് നമുക്കൊരു പാൻ കാർഡ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അവനോട് ഇത് കമ്പനിയാണോ പ്രൊപ്പറേറ്റർ ആണോ പാർട്ണർഷിപ്പ് ആണോ എന്ന് ചോദിക്കേണ്ട ആവശ്യമില്ല. സി നമ്മളെടുത്തൊരു GST എടുക്കാനോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു സാധനത്തിന് വേണ്ടി നമ്മൾ ഒരാൾ പാൻ കാർഡ് തന്നു കഴിഞ്ഞാൽ നിങ്ങൾ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി ആണോ ഇങ്ങനെ ചോദിക്കേണ്ട ആവശ്യമില്ല. പാൻ കാർഡ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവണം. എങ്ങനെ മനസ്സിലാവുക? ഫോർത്ത് ആൽഫബറ്റ് സി ആണെങ്കിൽ ഇറ്റ്സ് കമ്പനി. ക്ലിയർ ആണോ? അതേപോലെ ഫോർത്ത് ആൽഫബറ്റ് എഫ് ആണെങ്കിൽ പാർട്ണർഷിപ്പ് ഫേം ആയിരിക്കും. പാർട്ണർഷിപ്പ് അല്ലെങ്കിൽ LLP, ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ണർഷിപ്പ്. ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ണർഷിപ്പിനും ഫോർത്ത് ആൽഫബറ്റ് എന്ന് പറയുന്നത് എഫ് ആയിരിക്കും. ഇനി പ്രൊപ്പറൈറ്റർ ഇൻഡിവിജ്വൽ, നമ്മളെ പോലെയുള്ള പ്രൊപ്പറൈറ്റർ അല്ലെങ്കിൽ ഇൻഡിവിജ്വൽ, അതിനകത്ത് പി ആയിരിക്കും ഫോർത്ത് ഡിജിറ്റ്. നിങ്ങളുടെ കയ്യിലുള്ള പാൻ കാർഡ് ചെക്ക് ചെയ്ത ഫോർത്ത് ഡിജിറ്റ് പി ആണോ എന്ന് ചെക്ക് ചെയ്തേ, എന്നിട്ടൊന്ന് കമന്റ് ചെയ്തേ. മാറ്റുള്ള ആളുകൾ ഒന്ന് പറയണേ. ഇതല്ലാത്ത ഒരു പാൻ കാർഡ് ആരുടെങ്കിലും ഉണ്ടെങ്കിൽ പി ആണോ? പി ആണെങ്കിൽ എനിക്ക് വേറെ ഏതെങ്കിലും അക്ഷരം ഉണ്ടെങ്കിൽ അതൊന്ന് ടൈപ്പ് ചെയ്യാം. പി ഉള്ള ആളുകൾ ജസ്റ്റ് കമന്റ് ബോക്സിൽ പി എന്ന് ടൈപ്പ് ചെയ്യും. ആണോ? അപ്പൊ ഇത്രയേ ഉള്ളൂ, സിമ്പിൾ ആണ്. ഇനി എഫ് പി വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ടൈപ്പ് ചെയ്ത് വിട്ടോ കേട്ടോ. ചില കമ്പനികളുടെ പാൻ കാർഡ് ആരുടെങ്കിലും കയ്യിലുണ്ടെന്ന് നോക്കിക്കോളി. അതിനകത്ത് കമ്പനീസ് ആണെങ്കിൽ ഫോർത്ത് സി ആയിരിക്കും, പാർട്ണർഷിപ്പ് ആണെങ്കിൽ എഫ് ആയിരിക്കും, ഇൻഡിവിജ്വൽ ആണെങ്കിൽ പി ആയിരിക്കും. ഇൻഡിവിജ്വൽ ഓർ പ്രൊപ്പറേറ്ററിന് പി ആയിരിക്കും. സെറ്റ് അല്ലേ? നമ്മൾ മനസ്സിലാക്കണേ. ഇങ്ങനെയുള്ള കുറേ സാധനം, ബേസിക് ആയിട്ടുള്ള സാധനങ്ങൾ നമുക്ക് അറിഞ്ഞു കഴിഞ്ഞാൽ ഈ ക്ലയന്റിനോട് ഇങ്ങനെ ചൊറഞ്ഞ് ചൊറഞ്ഞ് ചോദ്യങ്ങൾ ചോദിക്കാതെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പെട്ടെന്ന് മുമ്പോട്ടേക്ക് വേണ്ടി കുറേ ചോദ്യങ്ങൾ ക്ലയന്റിനോട് ചോദിക്കുമ്പോഴേക്കും ക്ലയന്റ് ഭയങ്കര ഡിസ്റ്റർബ്ഡ് ആയിരിക്കും. നമുക്കൊന്നും അറിയാത്ത പോലെ ആയിരിക്കും ക്ലയന്റിന് ഫീൽ ചെയ്യാം. ക്ലിയർ ആയില്ലേ? അപ്പോൾ അത് എന്ത് ചെയ്യണം? മനസ്സിലാക്കി കൊടുക്കാം. അപ്പോൾ ഇനി ഇതിനകത്ത് ഈ പറഞ്ഞ സംഭവത്തിൽ നിങ്ങൾക്ക് SO PO ഒക്കെ ഒന്ന് ചെക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ റിലയൻസിന്റെ സാധനങ്ങൾ ജസ്റ്റ് ഒന്ന് വേണമെങ്കിൽ കാണിച്ചു തരാം. സ്ക്രീൻ കാണുന്നുണ്ടോ? സ്ക്രീൻ ഹലോ? ഇല്ല, കാണുന്നില്ല. 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 ജസ്റ്റ് വെയിറ്റ്. ഓക്കെ, ഇപ്പൊ ഓക്കെ അല്ലേ? ഇപ്പൊ ഓക്കെ, കാണുന്നില്ലേ? ഉണ്ട്. ഇല്ല, നമ്മുടെ ഉണ്ട്. മോസിൽ ഒരു വന്നു ഉണ്ട്. വന്നു. പോയോ? പോയി. ഓക്കെ, പുതുതായിട്ട് നമുക്ക് ചെയ്യാം. ഒരു അദാനി ഗൂഗിളിൽ ജസ്റ്റ് സെർച്ച് ചെയ്താൽ മതി കേട്ടോ. ഗൂഗിളിൽ നിന്ന് നമുക്ക് കിട്ടും ഫോട്ടോസ് ഒക്കെ എടുത്തിട്ട്. ഇതുണ്ടോ അദാനിന്റെ പാൻ? ഇതുണ്ടോ സി ഉണ്ടോ? ഇതൊരു പാൻ ഡിജിറ്റ് ആണ്, 10 അക്ക ഡിജിറ്റ്. ആദ്യത്തെ 1 2 3 4 5 അഞ്ചക്കം മറ്റേ സംഭവമാണ്. അതിനകത്തുള്ള ഫോർത്ത് സി ആണ്. കണ്ടില്ലേ? ഇതേപോലെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ എന്ത് ചെയ്യാം? ഗൂഗിളിൽ കയറി സെർച്ച് ചെയ്യാം. സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഈ കാര്യങ്ങളൊക്കെ ഒന്നും കൂടി ക്ലാരിറ്റിയിൽ നിങ്ങൾക്ക് മനസ്സിലാവും. ക്ലിയർ ആയില്ലേ? ഇനി നേരത്തെ കുറെ ആൾക്കാർ പറഞ്ഞു പാൻ ഉണ്ടാക്കാൻ അറിയത്തില്ല എന്ന് പറഞ്ഞു. പാൻ കാർഡ് ഇന്നത്തെ കാലഘട്ടത്തിൽ പാൻ കാർഡ് നിർബന്ധമായിട്ട് അറിയണം. പാൻ കാർഡ് എങ്ങനെയാണ് എടുക്കേണ്ടതെന്ന് ജസ്റ്റ് കാണിച്ചു തരാം. ജസ്റ്റ് സൈറ്റ് നോട്ട് ചെയ്തോളൂ.
ഇ ഫയലിംഗ് എന്ന് സെർച്ച് ചെയ്യുക. ഇ ഫയലിംഗ് ക്ലിയർ ആയോ? ഇ ഫയലിംഗ് അടിച്ചോ? ഇ ഫയലിംഗ് അടിക്കാം. അപ്പോൾ ഇൻകം ടാക്സിന് കുറച്ചൊക്കെ സമയം ആയതുകൊണ്ട് കുറച്ച് സ്ലോ ആയിരിക്കും സൈറ്റ് വരുന്നത്, എന്നാലും നിങ്ങൾക്ക് കിട്ടും ഇ ഫയലിംഗ്. ഓക്കെ, ഇൻകം ടാക്സ് ഇ ഫയലിംഗ് അടിച്ചാൽ മതി. ഇ ഫയലിംഗ് ഇൻകം ടാക്സ്. ഓക്കെ, ഇതാണ് ഇൻകം ടാക്സിന്റെ പോർട്ടൽ, ഹോം ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ്. ഇത് ഒരു പോക്കറ്റ് മണി ഉണ്ടാക്കാൻ വേണ്ടി പറ്റിയ ഒരു സംഭവം കേട്ടോ. നിങ്ങൾക്ക് പാൻ കാർഡൊക്കെ എടുത്തു കൊടുക്കാം. സംഭവങ്ങളൊക്കെ വീട്ടിൽ നിന്ന് തന്നെ ചെയ്ത് വീടിൻ്റെ മുമ്പിൽ ചെറിയൊരു ബോർഡ് അടിച്ചാൽ മതി, പാൻ കാർഡ് എടുത്തു കൊടുക്കും എന്നൊക്കെ പറഞ്ഞിട്ട്. ചെറിയ പോക്കറ്റ് മണി കിട്ടാനുള്ള ചെറിയ ചെറിയ പരിപാടികളാണ് ഇതൊക്കെ. എന്ത് പഠിക്കുമ്പോഴും അതിനെങ്ങനെ പൈസയാക്കാൻ കൂടിയൊക്കെ നിങ്ങൾ ചിന്തിക്കണം. ഓക്കെ, ഇതെല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന സാധനമാണ്. ഇപ്പോൾ ജി എസ് ടി പഠിച്ചു കഴിഞ്ഞാൽ ജി എസ് ടി കൺസൾട്ടൻ്റ് ആയിട്ട് വർക്ക് ചെയ്യാം എന്ന് പറഞ്ഞ പോലെ, അക്കൗണ്ട്സ് പഠിച്ചാൽ അക്കൗണ്ട്സ് ട്രെയിനറായിട്ട് വർക്ക് ചെയ്യാം, അല്ലെങ്കിൽ അക്കൗണ്ട്സ് വേറെ അത് ചെയ്തു കൊടുക്കാം. ഇത് പഠിക്കുമ്പോൾ പാൻ എങ്ങനെ എടുത്തു കൊടുക്കാമെന്ന് പഠിക്കുമ്പോൾ പിറ്റേ ദിവസം ഇപ്പോൾ ആളുകൾ ഒരുപാട് സ്റ്റാറ്റസിൽ കാണാറില്ലേ, പാൻ കാർഡ് എടുത്തു കൊടുക്കുന്നു, പാൻ കാർഡ് സർവീസ് ചെയ്ത് കൊടുക്കുന്നു ഒക്കെ സ്റ്റാറ്റസിൽ കാണാറില്ലേ. ഇത്ര ആളുകളൊക്കെ ഇങ്ങനെയുള്ള കോഴ്സുകളും കാര്യങ്ങളൊക്കെ കണ്ടു പഠിച്ചിട്ട് ആ സാധനം പ്രാക്ടീസ് ചെയ്യുന്നതാണ്. അപ്പോൾ ചെയ്തു നോക്കൂലേ? ഓക്കെ, ഇതുവരെ പാൻ ഇല്ലാത്ത ആളുകൾ എന്ത് ചെയ്യാം, ഇതൊന്ന് ചെക്ക് ചെയ്യാം. ഇൻകം ടാക്സിൻ്റെ ഈ സൈറ്റിനകത്ത് കയറാം. ഇവിടെ കാണാം ഇൻസ്റ്റന്റ് ഇ പാൻ, ഇടത് ഭാഗത്ത് കാണാം ഇൻസ്റ്റന്റ് ഇ പാൻ. കമ്പ്യൂട്ടറിലുള്ള ആളുകൾക്ക് ജസ്റ്റ് തുറന്നു നോക്കിയാൽ മതി. ഈ ഇൻസ്റ്റന്റ് ഇ പാനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ലോഡ് ചെയ്യണം. ഇത് പേപ്പർലെസ് ആയിട്ട് നമുക്ക് ഓൺലൈനായിട്ട് ഈ സംഭവം എന്തെങ്കിലും ചെയ്യാൻ വേണ്ടി മാക്സിമം പോയാലും ഒരു 2 മിനിറ്റ് 1 മിനിറ്റിൻ്റെ പണി മാത്രമേ ഇതിനകത്തുള്ളൂ, കൂടുതലൊന്നുമില്ല. അപ്പോൾ ഈ സൈറ്റിനകത്ത് കയറുമ്പോൾ കൃത്യമായിട്ട് പറയുന്നുണ്ട് ഇ പാൻ ഫെസിലിറ്റീസ് ഫോർ അലോട്ട്മെന്റ് ഫോർ ഇൻസ്റ്റന്റ് പാൻ. ഞാൻ ഇതുവരെ എടുത്ത സാധനങ്ങളൊക്കെ എനിക്കൊരു അരമണിക്കൂറിൻ്റെ ഉള്ളിൽ എനിക്ക് പാനായിട്ട് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് ഇൻസ്റ്റന്റ് ആണ്. നൂഡിൽസ് ഒക്കെ ഉണ്ടാക്കുന്ന പോലെ ഇൻസ്റ്റന്റ് ആയിട്ട് പരിപാടി നടക്കും. ഓക്കെ, അതായത് അരമണിക്കൂർ കൊണ്ട് പാൻ കാർഡ് നമ്മുടെ പാൻ കാർഡിന്റെ നമ്പർ സാധനം നമ്മുടെ കയ്യിലെത്തും. ഓക്കെ, ഇവിടെ ഇന്നുണ്ട്. പിന്നെ എന്തൊക്കെയാണ് വേണ്ടത്? ഇവിടെ ഒരു വാർണിംഗ് മെസ്സേജ് വന്നിട്ടുണ്ട്, ഇത് ശ്രദ്ധിക്കണം. ആസ് പെർ പ്രൊവിഷൻ ഓഫ് സെക്ഷൻ 139A ഓഫ് ഇൻകം ടാക്സ് ആക്ട് 1961, എ പേഴ്സൺ ഷുഡ് നോട്ട് പോസസ് മോർ ദാൻ വൺ പാൻ. ഒന്നിലധികം പാൻ നമ്മൾ എടുത്തിട്ടുണ്ടെങ്കിൽ സെക്ഷൻ 272B സബ്സെക്ഷൻ 1 പ്രകാരം എന്ത് ചെയ്യണം? പെനാൾട്ടി 10,000 രൂപ എന്ത് ചെയ്യണം? പേ ചെയ്യേണ്ടതായിട്ട് വരും. ചില ആളുകളുടെ കയ്യിൽ 2 പാൻ കാർഡുകൾ ഉള്ളതായിട്ട് ശ്രദ്ധയിൽപ്പെടാറുണ്ട്. അങ്ങനെ പാൻ ഉണ്ടെങ്കിൽ ഒന്ന് നമ്മൾ സറണ്ടർ ചെയ്യണം, നിർബന്ധമാണ്. ഒരു പാന് നമ്മൾ സറണ്ടർ ചെയ്യണം, ഇല്ലെങ്കിൽ 10,000 രൂപേൻ്റെ മുകളിൽ ഫൈൻ കിട്ടും. അപ്പോൾ നമ്മൾ എന്തിക്കും, നമുക്ക് എങ്ങനെ 2 പാൻ കാർഡ് കിട്ടി, അത് അവരുടെ പ്രശ്നമാണല്ലോ, ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്ന് മിസ്റ്റേക്ക് ആണെന്നോ ഒക്കെ നമ്മൾ ചിന്തിക്കും. ഫൈൻ നമുക്ക് തന്നെ ആയിരിക്കും കിട്ടുക. എനി മിസ്റ്റേക്ക് നമ്മുടെ രാജ്യത്ത് ഒരാൾക്ക് ഒരു പാൻ കാർഡ് ഹോൾഡ് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. ക്ലിയർ ആയില്ലേ? ആരുടെങ്കിലും രണ്ടെണ്ണം ഉണ്ടെങ്കിൽ അത് സറണ്ടർ ചെയ്യണം. ഇനി ഒന്നിലധികം സാധനങ്ങൾ നമ്മൾ ഒരിക്കലും ഉണ്ടാക്കുന്നില്ല എന്നുള്ളത് നമ്മൾ ഉറപ്പുവരുത്തിയിട്ട് വേണം അടുത്തെടുക്കാൻ. ഇതിന്റെ പ്രോസസ്സൊക്കെ വെരി സിമ്പിൾ, പേപ്പർലെസ് പ്രോസസ്സാണ്. ഹോൾഡ് സെയിം വാല്യൂ ആസ് ഫിസിക്കൽ. നിങ്ങളുടെ ഫിസിക്കൽ പാൻ എങ്ങനെയാണോ വാല്യൂ ഉള്ളത്, അതേ വാല്യൂ തന്നെ ഈ ഒരു സംഭവത്തിനും നമുക്കുണ്ട് എന്നുള്ള കാര്യം നിങ്ങൾ ആലോചിക്കാം. ആധാർ കാർഡ് വേണം, നിർബന്ധമാണ്. ആധാർ കാർഡ് ഉണ്ടായാൽ മാത്രം പോരാ, അതിനകത്ത് മൊബൈൽ ലിങ്ക് ചെയ്തിട്ടുള്ള സംഭവം വേണം. ഇനി ആർക്കെങ്കിലും ഇന്ന് പാൻ കാർഡ് എടുക്കണം എന്ന് തോന്നുകയാണെങ്കിൽ നമുക്കിവിടെ ലൈവായിട്ട് തന്നെ വേണമെങ്കിൽ അത് ചെയ്യാം, ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ. ഇല്ലെങ്കിൽ നിങ്ങൾ വീട്ടിൽ നിന്ന് എന്ത് ചെയ്യാം, ട്രൈ ചെയ്യാം. ഗെറ്റ് ന്യൂ ഇ പിൻ, 2 ഓപ്ഷനാണുള്ളത്. ഗെറ്റ് ന്യൂ ഇ പിൻ ഉണ്ട്, അതേപോലെ ചെക്ക് സ്റ്റാറ്റസ് ഡൗൺലോഡ് പാന്. ഇത്രേ ഉള്ളൂ. ഇതിനകത്ത് ഗെറ്റ് ന്യൂ ഇ പാൻ കൊടുത്തു കഴിഞ്ഞാൽ ജസ്റ്റ് കാണിച്ചു തരാം. ഞാനിപ്പോൾ ചെയ്യുന്നില്ല, നിങ്ങൾ ആർക്കെങ്കിലും വേണമെന്നുള്ള നമുക്ക് ചെയ്യാമായിരുന്നു. പക്ഷേ ആർക്കെങ്കിലും വേണോ? എനിബഡി ആർക്കെങ്കിലും പാൻ എവിടുന്നെങ്കിലും? എനിക്ക് 2 നാഫില ഹക്കീം. 2 ഒരേ നമ്പർ തന്നെയാണോ അതല്ല ഡിഫറെന്റ് നമ്പർ ആണോ? ഹലോ ഹലോ, ഫ്രീ അല്ലേ? അല്ല, നാഫില 2 ഉണ്ടെന്ന് പറഞ്ഞു. 2 ഒരേ നമ്പർ ആണെങ്കിൽ കുഴപ്പമില്ല, അതിന്റെ കോപ്പി എന്നുള്ളതായിരിക്കും. എത്ര എന്നല്ല, അതിന്റെ കോപ്പികൾ എത്ര എണ്ണം ആവാട്ടോ. ഞാൻ ഉദ്ദേശിച്ചത് 2 പാനാണ്, ഡിഫറെന്റ് നമ്പറുള്ള 2 പാന്. നമ്പേഴ്സ് അങ്ങനെയാണെങ്കിൽ അത് സറണ്ടർ ചെയ്യണമെന്നാണ് പറഞ്ഞത്. ഓക്കെ, ഈ 2 ഉള്ള ആളുകളാണ്, എനിക്കില്ല എന്ന് പറയുന്നുണ്ട്. ഇനി അബ്ദുറഹീം ഏതാളുകളും എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്നിൽ സൈൻ ഇല്ല, അല്ല സൈനുമായി ബന്ധപ്പെട്ടല്ല, നമ്പർ സെയിം ആണോ എന്നുള്ളതാണ് വിഷയം. സൈൻ ഉണ്ടോ സൈൻ ഇല്ല ഇതൊരു വിഷയമല്ല. നമ്പർ സെയിം ആണോ നോക്കുക. അപ്പം
ഇപ്പൊ എനിക്കൊരു പാൻ കാർഡ് ഉണ്ട്, വേറൊരു പാൻ കാർഡ് വേറെ നമ്പർ ആണെങ്കിൽ അത് സറണ്ടർ ചെയ്യണം എന്നാണ്. ഏതെങ്കിലും ഒന്ന് സറണ്ടർ ചെയ്യണം. ഓക്കെ, നാഫിയൊക്കെ 10,000 ലോട്ടറി അടിച്ചിട്ടുണ്ടോ? എങ്ങനെ? നാഫിയൊക്കെ 10,000 ലോട്ടറി അടിച്ചിട്ടുണ്ടാവും, അതൊന്നും ഉണ്ടാവണ്ട. ഓൾറെഡി അടിച്ചിട്ടുണ്ടെങ്കിൽ അത് അടിച്ചിട്ട് വരിക അല്ലേ? ലോട്ടറിക്ക് എത്രയാ TDS അറിയാമോ? 1 ലക്ഷം രൂപ ലോട്ടറി അടിച്ച് എത്ര രൂപ കിട്ടും? 66 66 ഏഹ് 1 ലക്ഷം രൂപ ലോട്ടറി അടിച്ചാൽ ലോട്ടറി TDS അട്രാക്ട് ചെയ്യും. എടാ അറിയില്ലേ? ഇപ്പൊ ഒരുപാട് ലോട്ടറി അടിക്കുന്ന ആൾക്കാരെ കണ്ടില്ലേ? 65,000 കിട്ടും സാറ്. കിട്ടിയോ? ആർക്ക് കിട്ടിയേ? അല്ല, എനിക്ക് കിട്ടിയില്ല. 65,000 കിട്ടും എന്ന് പറഞ്ഞതാണ്. 65,000. 30% 30% എന്തുണ്ട്? 30% TDS തന്നെ കിട്ടുന്നുണ്ട്. 30% കട്ട് ചെയ്തിട്ട് തന്നെ കിട്ടുള്ളൂ. ചെസ് 31.2 ഏഹ് 31.2% അണ്ടർ സെക്ഷൻ 194B. അതെ, 30% എന്തുണ്ട്? കട്ട് ചെയ്തിട്ട് ബാലൻസ്. അപ്പോൾ 1 കോടി റുപ്യ എത്ര കിട്ടുള്ളൂ? ഒരു 70 ലക്ഷത്തിന്റെ അടുത്തേ കിട്ടുള്ളൂ എന്നർത്ഥം. ബാക്കി 30 ലക്ഷം അത് വേറെ ആർക്കെങ്കിലും മറിച്ചു കൊടുത്താൽ കിട്ടൂലേ? അത് മറ്റുള്ള കാര്യം. അത് എങ്ങനെ ചെയ്തു? ഞാൻ പറഞ്ഞത് നേരെ പോകുന്ന വഴിയാണ്. അല്ല ബലങ്ങ് അല്ല അല്ല എന്തൊക്കെ വഴികളുണ്ട് അനൂക്ക? ഇല്ല 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 ഇല്ല. ബലങ്ങ് ഇഷ്ടംപോലെ വഴികളുണ്ട്. ആ ഫുള്ള് കിട്ടുന്ന അതിനിപ്പോ കേസ് ഉണ്ട്, കുറച്ച് അധികം അതിനിപ്പോ കിട്ടുന്ന പലരും കേസ് ഉണ്ട്. ചെയ്യുന്നുണ്ടേ, ഫുള്ള് പലരും കേസ് ചെയ്യുന്നുണ്ട്. മാത്രമല്ല, ഇപ്പൊ 1 കോടി അടിച്ചു കഴിഞ്ഞാല് 1 സംതിങ് കിട്ടുന്ന കേസുകളുണ്ട്. 1 കോടിയിലധികം കിട്ടുന്ന കേസുകളുണ്ട്. 1 ലക്ഷം അടിച്ച് 1 ലക്ഷത്തിലധികം കിട്ടും ആ ലോട്ടറി വരയ്ക്കും കൊടുത്താല്. അത് ഓ മറ്റൊരു വൈക്കോ. വിഷയം. നേരെ വാ നേരെ പോ വഴി മാത്രമേ ഇപ്പൊ പറഞ്ഞത്. കൊടുത്തു കഴിഞ്ഞാൽ 30% കട്ട് ചെയ്തിട്ട് എന്ത് ചെയ്യും? ബാക്കിയുള്ള സംഭവങ്ങൾ നമുക്ക് കിട്ടും. സെറ്റ്. ഓക്കെ അല്ലേ? ഇനി നേരെ സൈഡിലേക്ക് തന്നെ വരാം. ഇനി എന്താ ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ ആരോ ഇല്ല എന്ന് ഒരാൾ പറഞ്ഞല്ലോ, അവരെന്താ ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ ഈ ഒരു സാധനം വീണ്ടും കാണിച്ചുകൊണ്ടിരിക്കണ്ടേ? ഇത് നമ്മളെപ്പോഴും ശ്രദ്ധിക്കണം. ഒന്നിലധികം സാധനം ഉണ്ടാവരുത്. ഉണ്ടായി കഴിഞ്ഞാൽ പെനാൽറ്റി എന്ത് ചെയ്യും? ഇവിടെ എഴുതി വെച്ചോ, ഇഫ് എ പേഴ്സൺ പോസസ് മോർ ദാൻ 1 പാൻ ഇറ്റ് വിൽ അട്രാക്ട് എ പെനാൽറ്റി ഓഫ് 10,000. അപ്പോൾ ഇത്രയേ ഉള്ളൂ ആ കാര്യം. ഒന്നിലധികം പാൻ. ഇപ്പം എൻ്റെ കയ്യിൽ തന്നെ 4-5 പാൻ ഉണ്ട്. എല്ലാം ഒരേ നമ്പറാണ്, കോപ്പിയാണ്. അത് പ്രശ്നമില്ല. ഒന്നിലധികം പാൻ എന്ന് പറയുമ്പോൾ കോപ്പി പ്രശ്നമില്ല കേട്ടോ. അതാണ് നേരത്തെ 2 പാൻ ഉണ്ടെന്ന് പറഞ്ഞ് എനിക്ക് തോന്നുന്നു ഒരേ കോപ്പി തന്നെ പേരിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റിയിട്ട് രണ്ടാമത് തിരുത്തി വന്നതായിരിക്കും. ആ തിരുത്താത്ത സാധനം പഴയത് ഹോൾഡ് ചെയ്യുന്നതായിരിക്കും. അത് കുഴപ്പമില്ല, നമ്പറാണ് പറഞ്ഞത്. ഓക്കെ, ഇതിനകത്ത് എന്താ വേണ്ടത് വെച്ച് കഴിഞ്ഞാൽ, ഈ സാധനങ്ങൾ ഇത്രയും കൺഫേം ചെയ്യണം. ഐ ഹാവ് നെവർ ബീൻ അലോട്ടഡ് എ പെർമനന്റ് അക്കൗണ്ട് നമ്പർ. പെർമനന്റ് അക്കൗണ്ട് ഇല്ലാതിരിക്കണം. നമ്മുടെ മൊബൈൽ നമ്പർ ആധാറായിട്ട് ലിങ്ക് ആയിരിക്കണം. ഡേറ്റ് ഓഫ് ബർത്ത് കംപ്ലീറ്റ് ആയിട്ട് ആധാർ കാർഡിൽ അവൈലബിൾ ആയിരിക്കണം. ഇപ്പൊ ചില ആധാർ കാർഡിൽ നോക്കിക്കഴിഞ്ഞാൽ ഇയർ മാത്രമേ കാണിക്കുള്ളൂ അല്ലേ? ചിലതിൽ ഇപ്പോൾ നമ്മളൊക്കെ 93 എന്ന് കാണിക്കും, അല്ലെങ്കിൽ അല്ലെ 85, 35, ഇങ്ങനെ ആ സംഭവം മാത്രം 1985 ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കാണിക്കും. അങ്ങനെയാണെങ്കിൽ ഇത് പറ്റില്ല എടുക്കാൻ. അപ്പൊ എന്ത് ചെയ്യണം? ആധാർ അപ്ഡേറ്റ് ചെയ്യണം. ആധാർ അപ്ഡേറ്റ് ചെയ്യാൻ അറിയില്ലേ? ആധാറിൽ എങ്ങനെ അപ്ഡേറ്റ് ചെയ്യാം? ആധാർ മൊബൈൽ നമ്പർ അപ്ഡേറ്റ് ചെയ്യണം. ഇപ്പോൾ കുറച്ചും കൂടി എനിക്ക് തോന്നുന്നത്, മുമ്പ് ഇപ്പോൾ ആധാറിൽ പേയ്മെന്റ് കൊടുത്തിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നു എന്ന് തോന്നുന്നു. ഇപ്പൊ അത് എടുത്തു കളഞ്ഞിട്ടുണ്ട്. എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ചെയ്തോളി. പേര് മാറ്റലും പഴയ ആ ബംഗാളി ഫോട്ടോ മാറ്റണം എന്നുണ്ടെങ്കിൽ അതൊക്കെ ഇപ്പം പറ്റുന്ന സമയമാണ്. പറ്റുമെങ്കിൽ എന്ത് ചെയ്തോളി, ചെയ്തോളി. ഇപ്പൊ അത്യാവശ്യം നല്ല വൃത്തിയുള്ള സാധനങ്ങളൊക്കെയാണ് വരുന്നത്. ആധാറിലെ ഫോട്ടോ മാറ്റാനൊക്കെ പറ്റും കേട്ടോ. ഇപ്പം ആധാറിലെ ഫോട്ടോ മാറ്റാം. പിന്നെ കയ്യും പിന്നെ കാലൊന്നും മാറൂലല്ലോ, അത് അവിടെ തന്നെ അതേപോലെ തന്നെ ഉണ്ടാവും. അപ്പൊ പണ്ട് പണ്ട് ഈ ആധാർ വരുന്ന സമയത്ത് എടുത്ത ആധാറൊക്കെ പിന്നെ മാറ്റിയിട്ട് വരാന്ന്. ഇപ്പൊ വരണ്ട, നാളെ കുറച്ച് കഴിഞ്ഞ് പോയാൽ മതി. അപ്പോ അത്രയും മോശടാ. അപ്പൊ പണ്ട് ആധാർ എടുക്കാൻ തിരക്കായിരുന്നു. എല്ലാവരും വേഗം പെട്ടെന്ന് പെട്ടെന്ന് എടുക്കുക. അപ്പം കിട്ടുന്ന രീതിയിൽ ക്ലിക്ക് ചെയ്തിട്ട് എങ്ങനെയെങ്കിലുമൊക്കെ ഫോട്ടോ ഒക്കെ ആയിട്ട്. ഇപ്പം പാസ്പോർട്ടിനൊക്കെ പോയി കഴിഞ്ഞാൽ നല്ല ഡിജിറ്റൽ ക്യാമറ വഴിയാണ് എടുക്കുന്നത്. ശ്രദ്ധിച്ചിരുന്ന? ഹലോ, പാസ്പോർട്ടിന് പോയി ആരെങ്കിലും ഉണ്ടോ അടുത്ത്? അടുത്ത് പാസ്പോർട്ട് എടുത്ത ഞാനിപ്പോൾ അടുത്ത് പുതുക്കിയപ്പോൾ ഞാൻ അത്ഭുതപ്പെട്ടു പോയി. കാരണം ഇത്ര ഉഷാറായോ നമ്മുടെ പാസ്പോർട്ട്. ഞാൻ അന്നൊക്കെ അന്ന് ശരിക്ക് ഒരു ആസാമി ലുക്കായിരുന്നു. ഇന്ന് ശരിക്ക് കറക്റ്റ് ആയിട്ട് വന്നു അല്ലേ? അപ്പൊ ആ രീതിയിലൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്? സെറ്റായി വന്നിട്ടുണ്ട്. അപ്പം ഇതുവരെ ഇപ്പോൾ ആധാറിലായാലും എല്ലാത്തിലായാലും നല്ല വൃത്തിയുള്ള ഫോട്ടോ സെറ്റ് ചെയ്ത്. അല്ലെങ്കിൽ ഇപ്പോഴുള്ള പ്രശ്നം എന്താ വെച്ചാൽ പല ബാങ്കുകളും റിജക്ട് ചെയ്യണം ആധാറിലെ ഫോട്ടോ. നമ്മൾ ഫോട്ടോ ഒക്കെ വെച്ചിട്ടൊക്കെ റിജക്ഷൻ ചെയ്യുന്നത്. നമ്മൾ രണ്ടും വേറെയാണെന്നുള്ളത്. ഇത് വൺ ആൻഡ് സെയിം സാധനം ഉണ്ടാക്കി നടക്കേണ്ടി വരും എല്ലായിടത്തും. നമ്മളും ഈ കാണുന്ന ഫോട്ടോ ആ കാണുന്ന ഫോട്ടോ സെയിം ആണെന്ന് പറഞ്ഞിട്ടുള്ള സാധനം. അപ്പൊ എപ്പോഴും അപ്ഡേറ്റ് ഉള്ള സാധനങ്ങളൊക്കെ എന്ത് ചെയ്യുക? അപ്ഡേറ്റ് ചെയ്യുക. അപ്പൊ ആധാർ അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടി പഠിക്കാം. അപ്പം
നിങ്ങൾ ഈ ഒരു ഇ പാൻ എടുക്കുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രയാണ്. നിങ്ങളുടെ കൃത്യമായിട്ടും ഇയർ എന്നുള്ളത് ഇതിപ്പോൾ എല്ലാ സംഭവത്തിൽ എല്ലാ സ്ഥലത്തും ചോദിക്കുന്നുണ്ട്. പാൻ കാർഡിനകത്ത് ഡേറ്റ്, മന്ത്, ഇയർ നിർബന്ധമായിട്ട് ഉണ്ടാവണം എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ആ സാധനം ഒന്ന് ഉണ്ടാക്കി വെക്കാൻ നല്ലതാണ്. ആൻഡ് നോട്ട് എ മൈനർ ആസ് ആൻ അപ്ലിക്കേഷൻ. ഇപ്പോൾ ഈ പറഞ്ഞ സമയത്ത് നമ്മൾ എന്തല്ല, കുട്ടിയല്ല, മൈനർ അല്ല എന്ന് പറയാം. കൺഫേം അടിക്കാം. എന്നിട്ട് നമ്മുടെ 12 അക്ക പാൻ കാർഡ് അടിച്ചു കൊടുത്ത് കണ്ടിന്യൂ അടിക്കാം. സിമ്പിൾ പ്രോസസ്സാണ്. പാൻ കാർഡ് അടിക്കുക സിമ്പിൾ പ്രോസസ്സാണ്. ആർക്കെങ്കിലും ആരെങ്കിലുമൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് ചെയ്യാം. ജസ്റ്റ് കണ്ടിന്യൂ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അവിടെ വരും. എൻ്റർ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ യുവർ സംഭവങ്ങൾ ഈ സക്സസ്ഫുള്ളി സംഭവമായി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മെസ്സേജ് വരും. അപ്ലൈഡ് എന്ന് പറഞ്ഞിട്ടുള്ള സക്സസ്ഫുള്ളി സബ്മിറ്റഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷനാണ് വരിക. ആ സബ്മിറ്റഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ ചെക്ക് സ്റ്റാറ്റസ് ഡൗൺലോഡ് പാൻ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. ഇവിടെ കണ്ടിന്യൂ എടുത്താൽ ഇവിടെ നമ്മൾ ആധാർ നമ്പർ കൊടുത്ത് കണ്ടിന്യൂ എടുത്തു കഴിഞ്ഞാൽ, ഇപ്പോൾ എൻ്റെ ആധാർ നമ്പർ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ പോകത്തില്ല, കാരണം ഓൾറെഡി നമ്മൾ എടുത്ത ആളായതുകൊണ്ട്. ഇവിടെ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇപ്പം എന്ത് സ്റ്റാറ്റസിലാണോ നിൽക്കുന്നത്, ചിലപ്പോൾ സബ്മിറ്റഡ് സ്റ്റാറ്റസിലാണെങ്കിൽ അങ്ങനെ ഉണ്ടാവും. അല്ലെങ്കിൽ സാധാരണ ഇതിലൊരു 1 hour വെയിറ്റ് ചെയ്യാനുള്ള ഒരു മെസ്സേജ് ആയിരിക്കും വരിക. 1 hour ആഫ്റ്റർ ചെക്ക് ആഫ്റ്റർ 1 hour എന്നുള്ള മെസ്സേജ് ഒക്കെ ആയിരിക്കും വരിക. മാക്സിമം പോയാൽ ഒരു 1/4 മണിക്കൂറിനുള്ളിൽ കിട്ടും. വല്ലപ്പോഴും ചില റയർ കേസുകളിലൊക്കെ 24 പറയുന്നതായിട്ട് പറയുന്നത് കേൾക്കാറുണ്ട്. ഞാൻ ഇതുവരെ കൊടുത്ത എല്ലാ കേസുകളും ഒരു 1/2 hour കൊണ്ട് എനിക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ രീതിയിലാണ് എന്ത് ചെയ്യാൻ പറ്റുക, പാൻ കാർഡ് ഓൺലൈനായിട്ട് എടുക്കാൻ വേണ്ടി പറ്റുക. സെറ്റ് അല്ലേ? ഓക്കെ അല്ലേ? സെറ്റ് അല്ലേ? നാഫില രണ്ടും സെയിം ആണ്. സമാധാനം. ഓക്കെ. നോക്കാൻ പോയിക്കണം. ക്ലാസ് ഒന്നും കേട്ടില്ല, 10,000 പോയോന്ന് തിരിച്ചിട്ടേ ഇപ്പോഴും സമാധാനം. ആർക്കെങ്കിലും എടുക്കണമെന്നുണ്ടെങ്കിൽ ഇപ്പൊ എടുക്കാം കേട്ടോ, ഫ്രീ ആണ്. ഇപ്പൊ എടുക്കണമെങ്കിൽ ഫ്രീ ആയിട്ട് എടുക്കാം. ഫ്രീ ആയിട്ട് ഇനി എടുക്കാം. നിങ്ങൾ ഈ സാധനം കുറച്ച് പേയ്മെന്റ് ഒക്കെ ആക്കി ചെയ്യണം. ഇതൊരു ഓഫ്ലൈൻ ആയിട്ട് ചെയ്യുന്ന സാധനമുണ്ട്. ഓഫ്ലൈൻ ആയിട്ട് നമുക്ക് യൂട്ടൻസിലെ സാധനങ്ങളൊക്കെ പോയിട്ട് സാധനങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യാം, ചെയ്തെടുക്കാം. ഓക്കെ അല്ലേ? അപ്പം പാൻ ഉണ്ടെങ്കിൽ മാത്രമേ ടാൻ എടുക്കാൻ വേണ്ടി പറ്റുള്ളൂ. ടാന് ഇപ്പം കമ്മീഷന്റെ ബേസിലൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞു, കോമളവല്ലി മാഡം കമ്മീഷന്റെ ബേസിൽ പിടിച്ചു. ഇനി കോമളവല്ലി മാഡം എന്താ ചെയ്യേണ്ടത്? കോമളവല്ലി മാഡം ഗവൺമെന്റിലേക്ക് അടയ്ക്കും. ഇൻകം ടാക്സ് ഗവൺമെന്റ് പേ ചെയ്യണം. ഇൻകം ടാക്സ് അടയ്ക്കേണ്ടതായ സാഹചര്യം നേരത്തെ ആരോ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇത് റീഫണ്ട് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത്. ഉറപ്പായിട്ടും ചെയ്യാൻ വേണ്ടി പറ്റും. ഇപ്പോൾ കോമളവല്ലി മാഡം ഈ ഒരു അത്യാവശ്യം നല്ല രീതിയിൽ സാലറിയും കാര്യങ്ങളൊക്കെ കിട്ടി. മാഡത്തിന് സാലറി ഒക്കെ കാണിച്ചു. ഇപ്പം സാലറീൻ്റെ ലിമിറ്റ് എത്രയാണ്? എത്ര 10 രൂപ വരെ lakh ടാക്സ് അടക്കണ്ട? 10 lakh അല്ലേ? 11 അല്ലേ? 12 lakh അല്ലേ? 12 ലക്ഷം രൂപ അടക്കണോ? 2 അല്ലേ? 2 ലക്ഷം 10 ലക്ഷം അല്ലേ? ഒരു വർഷം 12. 12 അല്ലേ? ഒരു 12 വർഷം ഒരു മാസം 1 ലക്ഷം രൂപ വരെ 12 കുഴപ്പമില്ല. 12 12 ലക്ഷം രൂപന്റെ സാലറി ഒക്കെ വന്നു കാണിച്ചു, അല്ലെങ്കിൽ ഒരു 8 ലക്ഷം രൂപയുടെ സാലറിയാണ്. അപ്പൊ മാഡത്തിന് ടാക്സ് നടക്കേണ്ടി വരില്ല. പിന്നെ കമ്മീഷൻ ഇൻകം അതൊക്കെ കാണിച്ചു. മാഡം നോക്കുന്ന സമയത്ത് ഈ മാസം മാഡത്തിന് ഒന്നും അല്ല, ഈ ഒരു വർഷം മാഡത്തിന് 1 രൂപയും ടാക്സ് അടക്കാനില്ല എന്ന് വിചാരിക്കും. കൃത്യമായിട്ടും അതായത് സാലറി കാണിച്ചു, കിട്ടിയ എല്ലാ വരുമാനം കാണിച്ചു, ബാങ്കിൽ നിന്നുള്ള ഇൻകം കാണിച്ചു, കാർഷിക വരുമാനം കാണിച്ചു, ഇതെല്ലാം കാണിച്ചിട്ട് മൊത്തത്തിലൊരു ഇൻകം ഈ പറയുന്ന ഗവൺമെന്റ് പറയുന്ന ലിമിറ്റിന്റെ താഴെയാണ് മാഡത്തിന്റെ ഇൻകം. അതുകൊണ്ട് മാഡത്തിന് ഈ മാസം 1 രൂപ പോലും ടാക്സ് അടക്കേണ്ട സാധ്യത ഇല്ലെന്ന് വിചാരിക്കും. അങ്ങനെയാണെങ്കിൽ നേരത്തെ കമ്മീഷൻ വഴി പിടിച്ചിട്ടുള്ള TDS എമൗണ്ട് ഉണ്ടാവുമല്ലോ, കമ്മീഷന്റെ പേരിലൊക്കെ പിടിച്ച TDS എമൗണ്ട് അല്ലേ, ആ TDS എമൗണ്ട് ഇൻകം ടാക്സ് ഫയൽ ചെയ്യുമ്പോൾ കൊടുത്ത ഏത് ബാങ്ക് അക്കൗണ്ടാണോ കൊടുത്തത് ആ ബാങ്ക് അക്കൗണ്ടിലേക്ക് റീഫണ്ട് ആയിട്ട് ഈ ഫയൽ ചെയ്യുന്നതോട് കൂടിയിട്ട് എന്ത് ചെയ്യും, ഓട്ടോമാറ്റിക് ആയിട്ട് റീഫണ്ട് ആയിട്ട് വരും. അതാണ് നേരത്തെ റീഫണ്ട് കിട്ടുമെന്ന് ചോദിച്ചതിന് ഉത്തരം അതാണ്. നമ്മൾ അടച്ച ടാക്സ് എമൗണ്ട് അധികമാണെങ്കിൽ നമുക്ക് തിരിച്ചു കിട്ടും, കുറവാണെങ്കിൽ എത്രയാണോ ബാലൻസ് ആ എമൗണ്ട് എന്ത് ചെയ്താൽ മതി, ഗവൺമെന്റിലേക്ക് പേ ചെയ്താൽ മതി. ക്ലിയർ ആണോ? ഫയൽ ചെയ്താൽ മാത്രമേ കിട്ടുള്ളൂ. ഫയൽ ചെയ്താലേ കിട്ടുള്ളൂ, ഇല്ലെങ്കിൽ സാധനം ലാപ്സ് ആയി പോകും. ഇപ്പൊ ലാപ്സ് ആയി പോകുന്ന കേസുകൾ ഒന്ന് മുഴുവനും ഹജ്ജിന് കിട്ടും. പോകുന്ന ആളുകളുടെ ഒരു 90% ലാപ്സ് ആയി പോകുന്നത് കാണാറുണ്ട്. പ്രൈവറ്റ് വഴി ഹജ്ജിന് പോകുന്ന ആളുകളുടെ നല്ല പേയ്മെന്റ് ലാപ്സ് ആയി പോകുന്നത് കാണാറുണ്ട്. മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് ചെയ്യുന്ന ആളുകളുണ്ട്. MLM ബിസിനസ്, റെഫറൽ ബിസിനസ്, അവിടെ കമ്മീഷൻ പിടിക്കും അല്ലേ? റെഫറൽ ബിസിനസ് ഞാൻ മുമ്പ് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. റെഫറൽ ബിസിനസ്, മണി 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 എന്താ പറയാ, മൾട്ടി ലെവൽ മാർക്കറ്റിംഗ്, കട്ടില്ല. ആ കമ്മീഷൻ്റെ മുകളിൽ കമ്മീഷൻ ഇങ്ങനെ കൊടുക്കുന്ന കുറേ പരിപാടികളില്ലേ. ഇവർക്ക് ഓരോ കമ്മീഷൻ അവിടെ മുകളിലും ടാനിലേക്ക് എന്ത് ചെയ്തിട്ടുണ്ട്,
ടാക്സ് കട്ട് ചെയ്തിട്ട് ഗവൺമെന്റിലേക്ക് പോകുന്നുണ്ട്. ആ എമൗണ്ട് ഫയൽ ചെയ്ത് കഴിഞ്ഞാൽ തിരിച്ചു കിട്ടും, ഇല്ലെങ്കിൽ തിരിച്ചു കിട്ടൂല. ഓക്കെ, സാധാരണ രീതിയിൽ ഇങ്ങനെ മുഴുവൻ ആളുകൾക്ക് എമൗണ്ടും നോട്ടീസ് കിട്ടുമോ? വരാനുള്ള സാധ്യതകളുണ്ട്. എന്തായിരുന്നു? മുഴുവൻ എമൗണ്ടും കിട്ടുമോ തിരിച്ചിട്ടോ? മുഴുവൻ എമൗണ്ടും കിട്ടും നമ്മൾ അടക്കാനില്ലെങ്കിൽ. അടയ്ക്കാനുണ്ടെങ്കിൽ ഈ എമൗണ്ട് കഴിച്ചിട്ട് കുറച്ചാണ് ചെയ്യും. ആരാ പലിശ ചോദിച്ചത്? പലിശ ചേർത്ത് കിട്ടും, എങ്ങനെ? ഇൻട്രസ്റ്റ് ചേർത്ത് കിട്ടും. ആ ഇൻട്രസ്റ്റ് ചേർത്ത് കിട്ടും. കറക്റ്റ്. ആ 1 ഇയർ കഴിഞ്ഞ പിന്നെ ലാപ്സ് ആയിപ്പോ. അപ്പോൾ കറക്റ്റായിട്ട് അതേ വർഷം തന്നെ. അപ്പോൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഇപ്പം നമ്മുടെ ക്ലാസ്സിലിരിക്കുന്ന നമ്മളെ ആളുകളൊക്കെ ശ്രദ്ധിക്കേണ്ടത്, എല്ലാ വർഷവും ഇൻകം ടാക്സ് ഫയൽ ചെയ്ത് പോവാം. സേഫാണ്. എല്ലാ വർഷവും ഇൻകം ടാക്സ് അവനവൻ്റെ അക്കൗണ്ടിലേക്ക് വരുന്നത്. ഇപ്പോൾ 12 ലക്ഷം രൂപ വരെ നമുക്ക് വലിയ ബാധ്യതകളൊന്നും ഇല്ലല്ലോ. ഇത്രയും ലക്ഷം രൂപ നമുക്ക് വരുമാനം ഉണ്ടെങ്കിൽ, എത്രയാണോ വരുമാനം, ആ വരുമാനം കറക്റ്റായിട്ട് കാണിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ കൊടുങ്ങുന്ന ഒരു സമയത്ത് നിങ്ങൾക്കിത് സഹായമായിട്ട് എത്തും. ഇപ്പോൾ ഉദാഹരണം, ഞാനൊരു ബാങ്കിലേക്ക് പോവുകയാണെങ്കിൽ എന്നോട് ബാങ്കുകാർ സാധാരണ രീതിയിൽ 5 വർഷത്തെ സ്റ്റേറ്റ്മെന്റ് അല്ലെങ്കിൽ 5 വർഷത്തെ ഇൻകം ടാക്സിന്റെ സ്റ്റേറ്റ്മെന്റ് നമുക്ക് അപ്പം എടുത്ത് കൊടുക്കാൻ വേണ്ടി പറ്റും, അല്ലേ? അതിനകത്തേക്ക് ഒരു മാസമൊക്കെ ഒരു 1 ലക്ഷം രൂപ സാലറി ഒക്കെ കിട്ടുന്നതായിട്ട് കാണിച്ചെന്ന് വിചാരിക്കും. ഹലോ, 1 ലക്ഷം രൂപ സാലറി കിട്ടുക, അങ്ങനെ 12 ലക്ഷം രൂപയുള്ളൂ, നമുക്ക് ഒരു രൂപ പോലും ഗവൺമെന്റ് പേ ചെയ്യണ്ട. പക്ഷെ റിക്കാർഡിക്കലി 1 ലാക്ക് ഇൻകം ഉള്ള ഒരാളായിട്ട് നമ്മൾ മാറി നമുക്ക് എന്ത് ചെയ്യും? ലോൺ കിട്ടും. ഇനി അടക്കാണ്ടിരിക്കാനെന്നല്ല കേട്ടോ പറഞ്ഞത്, ലോൺ കിട്ടാനുള്ള വേളായിട്ട് ഐഡിയ ആയിട്ടൊന്നും ഇതിനെ കൂട്ടണ്ട. പക്ഷെ ഇങ്ങനെ ചെയ്തു പോയാൽ നല്ലതാണ്. സെറ്റായില്ലേ ഈ പറഞ്ഞ കാര്യങ്ങൾ? ഏതൊക്കെയാണ്? ടാക്സ് റിട്ടേൺ എങ്ങനെയാണ് ചെയ്യുക? അത് നമുക്ക് ഏതെങ്കിലും സമയത്ത് ഇൻകം ടാക്സിന്റെ പെയ്ഡ് സെഷൻ എടുത്തോളി. ആ സമയത്ത് നമുക്ക് ഇൻകം ടാക്സ് ഇപ്പം ഈ കഴിഞ്ഞ മാസമൊക്കെ ആയിട്ട് നമുക്ക് ജസ്റ്റ് ഓപ്പൺ ആയി വന്നിട്ടുണ്ട്. നമുക്ക് ഏതെങ്കിലും ഒരു ക്ലാസ്സിൽ ആരുടെയെങ്കിലുമൊക്കെ വരുമാനം നമുക്ക് സാലറി ഒക്കെ ആയിട്ട് നമുക്ക് ലൈവായിട്ട് ഇത് ചെയ്യാൻ പറ്റുമോ നോക്കാം. അങ്ങനെ പറ്റുകയാണെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് അതൊരു ഉപകാരത്തിൽപ്പെടും. ഓക്കെ, ക്ലിയർ ആയില്ലേ? ഓക്കെ, ആരുടെ സ്ക്രീൻ ഷെയർ ചെയ്തേ? ഓക്കെ, ഇതുവരെ പറഞ്ഞ ക്ലിയർ ആയില്ലേ? എന്തൊക്കെ സംഭവങ്ങളുള്ള? സാർ ഒരു ഡൗട്ട് ചോദിച്ചോട്ടെ? പെട്ടെന്ന് നോക്കി. അതായത് ഇപ്പൊ നമ്മളിപ്പോ 1 ലക്ഷം രൂപ സാലറി ഇല്ലെങ്കിലും ജസ്റ്റ് ആ ഒരു 1 ലക്ഷം വെച്ച് സാലറി കാണിച്ചിട്ട് അപ്പൊ നമുക്ക് ഈ വർഷം അടയ്ക്കണ്ട, ഇനിയിപ്പോ അടുത്ത വർഷം ആ ബഡ്ജറ്റിൽ മാറുമ്പോ അത് കുറഞ്ഞു വിചാരിക്കും. അപ്പൊ നമുക്ക് പിന്നെ എന്തെങ്കിലും നോട്ടീസ് ആണ് എന്തെങ്കിലും വരും അടുത്ത വർഷം മുതൽ? എന്തായാലും താഴോട്ടേക്ക് എന്തായാലും പോവില്ല. കുഴപ്പമില്ല അല്ലെ? പോവില്ല. ഇനി സാലറി ഇപ്പൊ നിങ്ങൾക്ക് 1 ലക്ഷം രൂപ കിട്ടിയെന്ന് വിചാരിക്കും, താഴോട്ടേക്ക് കുറയാനുള്ള ചാൻസ് ഉണ്ടല്ലോ. ഉണ്ട്. അപ്പൊ അങ്ങനെ കാണിച്ചാൽ മതി. ആ കുറഞ്ഞ എമൗണ്ട് കാണിച്ചാൽ പോരെ. ഇനി മറ്റൊരു ഡൗട്ടാണ്, ഞാൻ ഈ വർഷം ഇൻകം ടാക്സ് ഫയൽ ചെയ്തു, അടുത്ത വർഷം എനിക്കൊന്നും ഇൻകം ഇല്ല, ഞാൻ ഫയൽ ചെയ്യണോ? വേണ്ട. ഉണ്ടെങ്കിൽ ചെയ്താൽ മതി. വരുമാനം ഉണ്ടെങ്കിൽ ചെയ്താൽ മതി. സെറ്റ് ആയില്ലേ? ഏറ്റവും സേഫ് ഇന്നത്തെ കാലഘട്ടത്തിൽ, ഏറ്റവും സേഫ് എല്ലാ വർഷം ഇൻകം ടാക്സ് ഫയൽ. കാരണം ഈ ഗൂഗിൾ പേ, ഫോൺ പേ വഴി ഇടപാട്, ഇപ്പം എനിക്ക് തോന്നുന്നു നമ്മുടെ കമ്മ്യൂണിറ്റിയിലുള്ള ഒരാൾ തന്നെ എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു, ഫോൺ പേയിൽ നിന്ന് ഇത്ര പൈസ വന്നിട്ട് നോട്ടീസ് വന്നിട്ടുള്ള കേസ്. അപ്പോൾ നമ്മൾ അറിയാണ്ട്, ഇപ്പൊ നിങ്ങൾ തന്നെ ശരിക്ക് ഈ ഒരു ക്ലാസ് കഴിഞ്ഞതിന് ശേഷം കഴിഞ്ഞ ലാസ്റ്റ് വർഷത്തെ ഏപ്രിൽ മുതൽ മാർച്ച് വരെയുള്ള നിങ്ങളുടെ ബാങ്ക് സ്റ്റേറ്റ്മെന്റിന്റെ ഒരു ഭാഗം എടുത്ത് നോക്കൂ. നിങ്ങൾ ക്രെഡിറ്റ് ചെയ്ത ഭാഗം മാത്രം നോക്കി ചെക്ക് ചെയ്ത് നോക്കി. നിങ്ങൾ അക്കൗണ്ടിലേക്ക് എത്ര ക്യാഷ് വന്നിട്ട് നിങ്ങൾ തന്നെ അത്ഭുതപ്പെട്ട് പോയിട്ടുണ്ടാവും. അത്രയും ക്യാഷ് നിങ്ങൾ ഇത് അറിയുന്നുണ്ടാവില്ല. ഒരുപക്ഷെ എണ്ണ അടിക്കാനായിരിക്കും, അല്ലേ? അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ചായ കുടിക്കാനോ വെള്ളം ഇതിനൊക്കെ ക്യാഷ് കൊടുത്തിട്ടുണ്ടാവും. ഇപ്പം എൻ്റെ വീട്ടിലൊരു വണ്ടി കഴിഞ്ഞ വർഷം ഓടിയത് 1,24,000 കിലോമീറ്ററാണ്. ഒരു കാറ് 1,24,000. വെറുതെ ഞാൻ ചെറിയ നിങ്ങൾക്കൊരു മനസ്സിലാക്കാൻ വേണ്ടി പറയാം. 1,24,000 കിലോമീറ്റർ ഒരു വണ്ടി ഓടണമെന്നുണ്ടെങ്കിൽ എത്ര രൂപയുടെ എണ്ണ അടിച്ചിട്ടുണ്ടാവും അതിനകത്ത്? നിങ്ങൾക്ക് പെട്ടെന്ന് ഇത് ഇത്ര പൈസ വരുന്നുണ്ട് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് കാണിച്ചു തരുന്നത്. 1,00,000 ഒരു ആവറേജ് 1 ലിറ്റർ പെട്രോളിന് വില ഒരു 100 രൂപ പിടിച്ചോ. 100 രൂപ പിടിച്ചോ. വണ്ടിയുടെ ഒരു ആവറേജ് മൈലേജ് ഒരു 20 കിലോമീറ്റർ പിടിച്ചോ. മൈക്ക് മ്യൂട്ട് ചെയ്യണേ, ബാക്കി ആൾ പിടിച്ചോളിയാ.
ആവറേജ് ഒരു 20 കിലോമീറ്റർ ആണ് വണ്ടിയുടെ മൈലേജ്. 1,24,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. 1 ലിറ്റർ ഒരു 10 പെട്രോളിന് 60,000 രൂപയ്ക്ക് അടച്ചിട്ടുണ്ടാവും, ഒരു 50,000 ഒക്കെ. ഏഹ് അതൊരു 20,000 30,000. എടാ ആവറേജ് ആവറേജ് നിങ്ങൾ കണക്ക് കൂട്ടി, അക്കൗണ്ട്സ് അല്ലേ. ഒരു വണ്ടിയുടെ മൈലേജ് 20 കിലോമീറ്റർ, 20 കിലോമീറ്റർ കിട്ടിയോ? 1 ലിറ്റർ എണ്ണക്ക് 100 രൂപ പിടിച്ചോ ആവറേജ്. 1,24,000 കിലോമീറ്റർ വണ്ടി ഓടി, എത്ര രൂപ എണ്ണ അടിച്ചിട്ടുണ്ടോ? 6 ലാക്ക് ആണോ? എത്രടാ? 6,20,000 അല്ലേ? 6,20,000. 6 ലാക്ക്. 20,000. ഇങ്ങനെ ഇത് ഒരു ചെറിയൊരു കേസ്. ഇങ്ങനെ നമ്മൾ ഇടപെടുന്ന ഓരോ സ്ഥലം ചെക്ക് ചെയ്ത് നോക്കി. ഇതൊക്കെ ബാങ്ക് വഴി വന്നിട്ടായിരിക്കുമല്ലോ പോകുന്നുണ്ടാവുക. ഇതെല്ലാം നല്ലൊരു ശതമാനം ഗൂഗിൾ പേ ആയിരിക്കും നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടാവുക, നല്ലൊരു ശതമാനം ഗൂഗിൾ പേ വഴിയാണ് നമ്മളിത് ചെയ്തിട്ടുണ്ടാവുക. പക്ഷെ നമ്മൾ ഇതൊന്നും ഇങ്ങനെ എല്ലാ ദിവസവും ഇങ്ങനെ സ്പെൻഡ്, ഇപ്പോൾ ഒരു പുറത്തിറങ്ങി കഴിഞ്ഞാൽ നമ്മൾ എന്തായാലും ഒരു 100, 300, 400 ഒക്കെ സ്പെൻഡ് ചെയ്യും പല ആവശ്യങ്ങൾക്കായിട്ട്. ഇതിൻ്റെ എല്ലാ എമൗണ്ട് വലിയ രീതിയിൽ കൂടും. അപ്പോൾ ഏറ്റവും സേഫ് ഇൻകം ടാക്സ് ഫയൽ ചെയ്തിട്ട് പോകുന്നതാണ്. അപ്പോൾ അങ്ങനെ പോകുന്ന അവസ്ഥയിൽ നമുക്ക് ഏതെങ്കിലും തരത്തിൽ ഒരു ഇൻകം കിട്ടിയിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ സാധാരണ രീതിയിൽ ബാങ്കിന്റെ ഇൻട്രസ്റ്റ് ബാങ്കുകാർ നമ്മളെ അക്കൗണ്ടിൽ DDS ആയിട്ട് ചെയ്യാറുണ്ട്. ഇൻകം ടാക്സ് ഫയൽ ചെയ്യുന്ന ആളുകൾക്ക് അറിയാം. ഇൻട്രസ്റ്റ് ഇല്ലേ, പലിശ, അതിൻ്റെ ഒരു പേഴ്സൻറ്റേജ് TDS ആയിട്ട് എവിടെ ഉണ്ടാവും, നമ്മുടെ ബാങ്കിൽ, നമ്മുടെ അവർ ടാനിനകത്ത് ചെയ്യുന്ന സമയത്ത് നമ്മുടെ പാൻ കാർഡിലേക്ക് ഓട്ടോമാറ്റിക് ആയിട്ട് ആ ഇൻകം വരും. ആ ഇൻകം എന്ത് ചെയ്യും, നമുക്ക് തന്നെ തിരിച്ച് ഇങ്ങോട്ടേക്ക് തന്നെ കിട്ടും. ക്ലിയർ ആയില്ലേ? അപ്പോൾ കൃത്യമായിട്ട് ഇൻകം ടാക്സ് ഫയൽ ചെയ്ത രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, നമ്മൾ അധികമായിട്ട് എക്സസ് ആയിട്ട് എവിടെയെങ്കിലും ടാക്സ് അടച്ച് നമ്മുടെ കയ്യിൽ നിന്ന് പിടിച്ചിട്ടുണ്ടെങ്കിൽ, TDS ആയി പിടിച്ചിട്ടുണ്ടെങ്കിൽ ആ എമൗണ്ട് തിരിച്ചു കിട്ടും. നമ്മൾ ഫിനാൻഷ്യലി സ്റ്റേബിൾ ആണ് എന്നുള്ളതിന്റെ ഗവൺമെന്റിന്റെ പ്രൂഫായിട്ട് ഈ സാധനം മാറും. ലോണോ മറ്റുള്ള കാര്യങ്ങൾക്കോ അല്ലെങ്കിൽ വിസ മറ്റുള്ള പേർപ്പസിനൊക്കെ വേണ്ടിയിട്ട് ഈ സാധനം എന്ത് ചെയ്യും, ഉപകാരത്തിൽ പെടും. സെറ്റാണോ? ഇപ്പൊ ടാനും എന്താണ്, പാൻ എന്താന്നുള്ളത് കിട്ടിയോ? ടാൻ എന്താ? TDS. പാൻ എന്ന് പറഞ്ഞാല് പെർമനന്റ് അക്കൗണ്ട് നമ്പർ. പെർമനന്റ് അക്കൗണ്ട് നമ്പർ. ടാൻ എന്ന് പറഞ്ഞാല് ടാക്സ് ഡിഡക്ടേഴ്സ് അക്കൗണ്ട് നമ്പർ. ടാക്സ് ഡിഡക്ടേഴ്സ് അക്കൗണ്ട്. അക്കൗണ്ട് നമ്പർ. ഇത് നമുക്ക് ഇപ്പൊ ഞാൻ പറഞ്ഞത് ഓൺലൈനായിട്ട് ഇൻസ്റ്റന്റ് ആയിട്ട് നമുക്ക് എങ്ങനെ ചെയ്യാം എന്നുള്ളതാണ് ഞാൻ പറഞ്ഞു തന്നത്. ഇനി ഈ സാധനം ഓഫ്ലൈൻ ആയിട്ട് മാനുവൽ ആയിട്ട് നമ്മളിപ്പോൾ ചില കടകളിലൊക്കെ പോയി കഴിഞ്ഞാൽ മാനുവലി ഫോമിലൊക്കെ ഫില്ല് ചെയ്യും. അങ്ങനെ മാനുവലി ഒരു ഫോം ഉണ്ട്. ഫോമിന്റെ പേര് 49A അങ്ങനെ എന്തോ പറഞ്ഞൊരു ഫോമാണ്. ആ ഫോം എന്ത് ചെയ്യണം, നമ്മൾ ഫില്ല് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം. ഇപ്പം ഞാൻ നേരത്തെ പാൻ കാർഡ് എടുക്കുക എന്ന് പറഞ്ഞത് ഇൻഡിവിജ്വലിന്റെ പാൻ എടുക്കുന്ന കേസാണ്. ഇനി അതല്ല പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനീൻ്റെ പാൻ എടുക്കണമെങ്കിൽ അതിൻ്റെതായ, ഇപ്പോൾ LLPൻ്റെ എടുക്കണമെങ്കിൽ LLPൻ്റെ അഗ്രിമെന്റ് വേണം. അതേപോലെ ഫോം 49A എന്ന് പറഞ്ഞൊരു ഫോം ഉണ്ട്. പാർട്ണർഷിപ്പ് ആണെങ്കിൽ പാർട്ണർഷിപ്പ് ഡീഡ് വേണം, അവിടെയും ഈ ഒരു ഫോം ഉണ്ട്. ഇൻഡിവിജ്വൽ ആണെങ്കിൽ നമ്മളെ ഇൻഡിവിജ്വലോ പാർട്ണർഷിപ്പ് അങ്ങനത്തെ ഒരു കേസ് ആണെങ്കിൽ നമ്മുടെ ആധാറോ സാധനങ്ങളോ എന്തെങ്കിലും കൊടുത്താൽ മതി. അല്ലെങ്കിൽ രണ്ട് പാസ്പോർട്ട് സൈസ് ഫോട്ടോ ഓഫ്ലൈൻ എടുക്കുകയാണെങ്കിൽ. പിന്നെ ട്രസ്റ്റ് ആണെങ്കിൽ ട്രസ്റ്റിന്റെ ഡീഡ്. ഇത്രയും ഡോക്യുമെന്റ് ആണ് ഇതിനകത്ത് ആവശ്യമുള്ളത്. അപ്പം പാൻ അപ്ലൈ ചെയ്യാൻ പ്രൈവറ്റ് കമ്പനി ആണെങ്കിൽ വേറെ ഡോക്യുമെന്റ് ഒന്നും ആവശ്യമില്ല. ലിമിറ്റഡ് ലയബിലിറ്റി കമ്പനി ആണെങ്കിൽ LLP അഗ്രിമെന്റ് വേണം. പാർട്ണർഷിപ്പ് ഫേം ആണെങ്കിൽ പാർട്ണർഷിപ്പ് ഡീഡ് വേണം. പിന്നെ പ്രൊപ്പറേറ്റർ ഒക്കെ ആണെങ്കിൽ നമ്മളെ പോലത്തെ ആളുകളാണെങ്കിൽ ഒന്നെങ്കിൽ പാസ്പോർട്ട് അല്ലെങ്കിൽ ആധാർ. അതിൽ എന്താ പറയാ, ഈ ആധാറിലൊക്കെ ഉണ്ടാകുമ്പോൾ എന്താ പറയണം, നമ്മളെ ഇതിന്റെ എക്സ്പാൻഷൻ ഉണ്ടായിരിക്കണം. ഇനീഷ്യലിന്റെ ഇപ്പോൾ KP എന്ന് പറയുമ്പോൾ കുറുവാംപുറം, അതേപോലെ അങ്ങനെയുള്ള ആ ഒരു ഇല്ലേ, ഫുള്ളായിട്ട് വേണം. നമ്മൾ ആധാർ പാസ്പോർട്ടിലൊക്കെ അങ്ങനെ കാണാം. പാൻ കാർഡിലും ഏറെക്കുറെ ഫുള്ളായിരിക്കും അല്ലേ? പാൻ കാർഡിലും ഫുൾ പേരല്ലേ വരുന്നത്? ആ രീതിയിൽ വരണം. 2 പാസ്പോർട്ട് സൈസ് ഫോട്ടോസ് വേണം. ട്രസ്റ്റ് ആണെങ്കിൽ ട്രസ്റ്റിന്റെ ഡീഡ് വേണം. ഈ രീതിയിൽ എന്ത് ചെയ്യാം, നമുക്ക് ഓഫ്ലൈൻ ആയിട്ട് എന്ത് ചെയ്യാം, ഈ രീതിയിൽ കൊടുക്കാം. പിന്നെ എഡിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിലും അതിനുള്ള ഓപ്ഷൻസ് ഉണ്ട്. 49B എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഫോം ഉണ്ട്. ഞാൻ ഇതൊക്കെ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകുന്നു മാത്രം. പിന്നെ
ടാനും നമുക്ക് ഇതേപോലെ നമുക്ക് എടുക്കാൻ വേണ്ടി പറ്റും. ടാൻ ആപ്ലിക്കേഷൻ ഒരു 49B എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫോമാണ് ടാൻ്റെ ആപ്ലിക്കേഷൻ വരുന്നത്. സാർ ഒരു സംശയം 49B. ഓക്കെ, ഒരു സംശയം ചോദിച്ചോട്ടെ സാറേ? ആ ചോദിച്ചോളൂ. നമ്മുടെ NGOസിന്റെ ഒരു പാൻ കാർഡ് എടുക്കുന്നതിന് എങ്ങനെ? NGOs ഉണ്ടല്ലോ, നോൺ ഗവൺമെന്റ് ഓർഗനൈസേഷൻ, അത് ഏത് തരത്തിലായിരിക്കും അത് ഫോം ചെയ്തിട്ടുണ്ടാവുക? ട്രസ്റ്റ് ആണോ ഫോം ചെയ്തിട്ടുണ്ടാവുക? ചാരിറ്റബിൾ ആക്ട് അനുസരിച്ച് ഗ്രൂപ്പായിട്ട് രജിസ്റ്റർ. സൊസൈറ്റി ആക്ടിലാണോ വരുന്നത്? അതെ അതെ. ആ സൊസൈറ്റി ആക്ട് ഉണ്ടാകുമ്പോൾ അതിൻ്റെ ഒരു ബൈലോ ഉണ്ടാവില്ലേ? ഉണ്ടാവും. ആ ബൈലോ വെച്ചിട്ടായിരിക്കും ചെയ്യാം. ആ ബൈലോ എന്ത് സൊസൈറ്റി എന്ത് സാധനമായിട്ടായിരിക്കും? ഇപ്പൊ സാധാരണ രീതിയിൽ ഈ ഫാമർ ഓർഗനൈസേഷൻ സംഭവമുണ്ട്, CPC എന്ന് പറയും, ഫാമേഴ്സ് ഓർഗനൈസേഷൻ. അപ്പൊ അവർക്കൊരു ബൈലോ ഉണ്ടാവും. എനിക്ക് തോന്നുന്നു 98 എത്രയാണ് അതിന്റെ ഒരു സൊസൈറ്റി ആക്ട്? 1986 1956. 56 ആണോ? ആ. അതിനകത്ത് ആ ബൈലോ പറയുന്നുണ്ടല്ലോ എങ്ങനെയൊക്കെയാണ് അവർ ചെയ്യേണ്ടത്. ഈ ബൈലോ ആണ് അവർ എന്ത് ചെയ്യേണ്ടത്, സെറ്റ് ചെയ്ത് കൊടുക്കുന്നത്. ഓക്കെ. അപ്പോൾ എന്താണോ അതിനെ ഫോം ചെയ്തിട്ടുള്ള ഡോക്യുമെന്റ് അത് അങ്ങനെ മനസ്സിലാക്കിയാൽ പെട്ടെന്ന് കിട്ടും. ട്രസ്റ്റ് ഡീഡ്, പാർട്ണർഷിപ്പ് ഡീഡ്, അങ്ങനെ തന്നെ ഈ രീതിയിലുള്ള. ഓക്കെ. ഇതിനകത്ത് ബൈലോ ആണ് ഉണ്ടാവുക. ഇപ്പൊ സാധാരണ രീതിയിൽ ക്ലബ്ബുകൾ ഈ രീതിയിലാണ് വരിക. ഫാർമർ ഓർഗനൈസേഷൻ ഇതിനാണ് വരിക. മിൽമ പോലെയുള്ള സംരംഭത്തിന്റെ, അതായത് പ്രൊഡ്യൂസേഴ്സ് ഓർഗനൈസേഷൻ, ഇങ്ങനെ പ്രൊഡ്യൂസർ കമ്പനികൾ ഉണ്ടാവില്ലേ, പ്രൊഡ്യൂസർ കമ്പനികളുടെ ഒക്കെ സബായിട്ട് വരുന്ന ഇത്തരം സാധനങ്ങളൊക്കെ ബൈലോ വെച്ചിട്ട് അതിന് രജിസ്റ്റർ ചെയ്യേണ്ടി വരിക. ഓക്കെ. ഒരു കാര്യം ചോദിച്ചോട്ടെ? അത് ഈ പള്ളി നിർമ്മാണവുമായി ബന്ധപ്പെട്ട ഡൊണേഷൻസ് ഉണ്ടല്ലോ, ഒരു ചാരിറ്റബിൾ സൊസൈറ്റിയുടെ കീഴിലാണ് വാങ്ങിക്കുന്നത്. അപ്പൊ അതിന് ഇൻകം ടാക്സ് എത്ര വരും? എത്ര തുക വരും? ഇൻകം ടാക്സ് ഉണ്ടോ അതിന്? ഇൻകം ഡൊണേഷൻ ടാക്സ് സ്വീകരിക്കുന്നത്, പള്ളി നിർമ്മാണവുമായി ബന്ധപ്പെട്ട സ്വീകരിക്കുന്നതിന് പ്രശ്നമില്ല, അതിനൊക്കെ ലിമിറ്റ് ഉണ്ട്. എല്ലാവർക്കും ഡൊണേഷൻസ്, എല്ലാ ഡൊണേഷനും ഇൻകം ടാക്സിന്റെ ഫ്രീ ഓപ്ഷനിൽ വരത്തില്ല. അതായത് ഇപ്പം ഞാനിപ്പോ ഒരു പാവപ്പെട്ട ഒരു കുട്ടിക്ക് ഞാൻ എന്തോ ഒരു 1,00,000 രൂപ കൊടുത്തു എന്ന് വിചാരിക്കും. അച്ഛനും അമ്മയും ഇല്ലാത്തൊരു കുട്ടിക്ക് 1,00,000 രൂപ. എനിക്ക് ഇൻകം ടാക്സിന് ഇതിന് യാതൊരു അളവും കിട്ടത്തില്ല. ഇതിന് ഇൻകം ടാക്സിന്, അതായത് ഏറ്റവും അർഹതപ്പെട്ട ഒരു കുട്ടിക്ക് ഞാൻ കൊടുത്താൽ കിട്ടത്തില്ല. ഇനി നമ്മുടെ നാട്ടിൽ ചില ഓർഫനേജുകൾ ഉണ്ട്. ഓർഫനേജിൽ കൊണ്ടുപോയിട്ട് അവിടെ നമ്മൾ 1,00,000 രൂപ കൊടുത്തു കഴിഞ്ഞാൽ അതും ചിലപ്പോൾ ഇൻകം ടാക്സിന് അത് കിട്ടിക്കൊള്ളുന്നില്ല. ഇനി ചില അനാഥാലയങ്ങൾ കൃത്യമായിട്ട് അവിടെ എഴുതിയിട്ടുണ്ട്, രജിസ്റ്റേർഡ് അണ്ടർ ഇന്ന ഗവൺമെന്റിന്റെ ഇന്ന ബോഡി ഈസ് എലിജിബിൾ ടു ക്ലെയിം എന്ന് എഴുതിയിട്ടുണ്ടെങ്കിൽ മാത്രം. ഇപ്പൊ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഇൻകം ടാക്സിന്റെ ക്ലെയിം നമുക്ക് എടുക്കാം. നമുക്ക് ഇപ്പോ മുഖ്യമന്ത്രി അങ്ങനെയുള്ള, അതായത് മീൻസ് അത് രജിസ്റ്റേർഡ് സ്ഥാപനങ്ങളായിരിക്കണം, എല്ലാവർക്കും എടുക്കാൻ വേണ്ടി പറ്റില്ല. ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് നടക്കുന്ന കുറെ കാര്യങ്ങൾ, ഇപ്പോൾ പിരിവുകൾ, ഈ ചികിത്സാ സഹായവുമായി ബന്ധപ്പെട്ട ഇതൊന്നും ഈ പറയുന്ന സംവിധാനത്തിൽ വല്ല അതുമായി ബന്ധപ്പെട്ടൊക്കെ ചിലപ്പോൾ ടാക്സ് പേ ചെയ്യേണ്ടതായിട്ട് വരും. ക്ലിയർ ആയില്ലേ? അപ്പൊ എല്ലാം എടുക്കാൻ വേണ്ടി പറ്റില്ല, ക്ലെയിം ചെയ്യാൻ വേണ്ടി വരുന്നത്. അപ്പൊ ഈ പള്ളി നിർമ്മാണം ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ എന്തായാലും നിങ്ങൾക്ക് അതിന്റെ ടാക്സ് ലയബിലിറ്റി വരാൻ സാധ്യതയുണ്ട്. അതൊന്നും ഈ ഒരു പറഞ്ഞിട്ടുള്ള സംവിധാനത്തിനുള്ളിലാവാൻ സാധ്യതയില്ല. എനിക്കറിയില്ല നിങ്ങൾ എങ്ങനെയാണോ ചെയ്തിട്ടുള്ളത് എന്നുള്ളത്. അതെ സാറേ, ATG ആർക്കൊക്കെ കിട്ടിയിട്ടുണ്ടോ അവർക്ക് മാത്രമേ അതിൽ എലിജിബിലിറ്റി ഉണ്ടാവുള്ളൂ. അത് ഞാൻ ATG എന്ന് പറഞ്ഞ് ഇവരെ കൺഫ്യൂഷൻ ആക്കണ്ടെന്ന് വെച്ചിട്ടാണ് ഞാൻ ഇന്ന കാര്യങ്ങളാണെന്ന് പറഞ്ഞത്. അത് എല്ലാത്തിനും ഉണ്ട് കേട്ടോ, ഇതിന് മാത്രമല്ല. ഇപ്പം നമ്മളെ ഇൻഷുറൻസ്, ചില പോളിസികൾക്ക് ഇൻഷുറൻസ് പോളിസി എടുക്കുന്ന സമയത്ത് അവിടെ തന്നെ ഇന്ന ഇൻകം ടാക്സ് ഈ സാധനം കിട്ടും അവിടെ എഴുതും. ചില പോളിസികൾക്ക്, എല്ലാ പോളിസികളും കിട്ടൂല. അത് നിങ്ങൾ നിങ്ങൾ കൊടുക്കുന്ന LIC ഏജന്റിനോടൊക്കെ സംസാരിച്ച് കഴിഞ്ഞാൽ അവർ പറഞ്ഞത് ഇന്ന സാധനം, അതെ ഇന്ന സാധനം എടുത്താൽ ഇന്ന സാധനം കിട്ടും. ഞാൻ ഒന്നും സെക്ഷൻസോ കാര്യങ്ങളോ ഒന്നും പറയാത്ത, ആ സെക്ഷൻസ് മാത്രം പറഞ്ഞു. ഒരുപാട് പുതിയ ആളുകളുണ്ട്, അല്ലെങ്കിൽ ഒട്ടും ബേസ് ഇല്ലാത്ത ആളുകൾ, അതുകൊണ്ടാണ് സെഷൻസ് പറയാതെ ഞാൻ പറഞ്ഞു വരുന്നത്. അപ്പോൾ അങ്ങനെ കുറേ സാധനമുണ്ട്, ATC, ATGG, ATE, ഇങ്ങനെ കുറേ സാധനങ്ങളുണ്ട്. അപ്പോൾ നമുക്ക് ഫയലിംഗ് ചെയ്ത് പാട്ടൊക്കെ വരുന്ന സമയത്ത് പറയാം. അപ്പൊ എലിജിബിൾ ആയിട്ടുള്ള സാധനങ്ങളിൽ ചെയ്താൽ മാത്രമേ നമുക്ക് അതിന്റെ എലിജിബിലിറ്റി കിട്ടുള്ളൂ. അല്ലാത്ത ഘട്ടത്തിൽ ആ സാധനം കിട്ടില്ല എന്നുള്ളത് എന്ത് ചെയ്യാം നമ്മൾ മനസ്സിലാക്കാം. കൊടുക്കേണ്ടി വരും തുക? ഡൊണേഷൻ സ്വീകരിക്കുന്ന സ്ഥാപനം ഉണ്ടല്ലോ, പള്ളിക്ക് കൊടുക്കേണ്ടി വരുമോ? ടാക്സ് കൊടുക്കേണ്ടി വരുമോ? കൂടുതൽ എമൗണ്ടുകൾ വരുമല്ലോ, അവർക്ക് കൊടുക്കേണ്ടി വരുമോ? ഉറപ്പായിട്ടും കൊടുക്കേണ്ടി വരും. അത് അവരുടെ ഇൻകം തന്നെയല്ലേ. ഓക്കെ. ഇപ്പൊ പുതിയ നിയമപ്രകാരം മുസ്ലിമായി ബന്ധപ്പെട്ടാണെങ്കിൽ വഖഫ് ബോർഡുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ചെയ്തിട്ട് അത് ക്ലിയർ ചെയ്തെടുക്കണം. പിന്നെ ക്രിസ്ത്യൻസ് ആണെങ്കിൽ സഭകളുടെ അക്കൗണ്ട്സ് ചെയ്യുന്നതിന് ഒരു സിസ്റ്റം ഉണ്ട്, ആ സിസ്റ്റം വഴി എടുക്കണം. പിന്നെ ഹൈന്ദവരുടെ ക്ഷേത്രവുമായി ബന്ധപ്പെട്ടാണെങ്കിൽ അതിന് ബോർഡുകളുണ്ട്, അതുമായി ബന്ധപ്പെട്ട് ക്ലിയർ ചെയ്യും. ഇപ്പോൾ അല്ലേ ദേവസ്വം ബോർഡ് എന്നൊക്കെ പറയാറില്ലേ,
ഈ സാധനങ്ങളിലൊക്കെ എന്ത് ചെയ്യണം, ചെയ്തെടുക്കണം. അത് ഓരോ ഇത് പറഞ്ഞ സമയത്ത് ഓരോ റിലീജിയന്റെ കാര്യങ്ങൾ കൂടി പറഞ്ഞത് മാത്രമേ ഉള്ളൂ. അപ്പൊ ബേസ് ആയിട്ടുള്ള സാധനങ്ങൾ കിട്ടിയില്ലേ? എന്താണ് ടി ഡി എസ്? ടി ഡി എസിൽ സാധാരണ രീതിയിൽ ടി ഡി എസ് നമ്മളെ എക്സ്പെൻസിന്റെ മുകളിലാണ് സാധാരണ ടി ഡി എസ് വരിക എന്നുള്ള കാര്യം മനസ്സിലാക്കുക. എക്സ്പെൻസിന്റെ മുകളിലാണ് ടി ഡി എസ് വരുന്നത്. പിന്നെന്താ പറഞ്ഞേ? വേറെ എന്തൊക്കെയാ പറഞ്ഞിരുന്നത്? എക്സ്പെൻസിന്റെ മുകളിലാണ് ടി ഡി എസ് വരിക. പിന്നെ പറഞ്ഞ പാൻ അല്ലേ? പാൻ കാർഡ്. പാൻ പാൻ കാർഡ്. ഓക്കെ. പിന്നെ പാൻ പറഞ്ഞു, ടാൻ പറഞ്ഞു, പാൻ പറഞ്ഞു, ടാൻ പറഞ്ഞു. പിന്നെ ടാൻ എങ്ങനെ അപ്ലൈ ചെയ്യുന്നതെന്ന് പറഞ്ഞു. ഓക്കെ. എന്തെങ്കിലും മിസ്സായിട്ടുണ്ടോ ഈ ഒരു ഫസ്റ്റ് പാർട്ടിൽ നോക്കട്ടെ. നമ്മൾ ഈ ടി ഡി എസിന്റെ ഈ ഒരു സംഭവത്തിൽ നമ്മൾ മൊത്തത്തിൽ നമ്മൾ ഡിസ്കസ് ചിലപ്പോൾ ഒരു 3, 4, 5 സെഷൻസ് ഉണ്ടാവും ടി ഡി എസിന്റെ ഡീറ്റെയിലിങ്ങിലേക്ക് പോകുമ്പോൾ. എന്തൊക്കെ ലിസ്റ്റാണ്, ഏതൊക്കെ ലിസ്റ്റ് ഓഫ് എക്സ്പെൻസസ് ആണ്, ഏതൊക്കെ ലിസ്റ്റ് ഓഫ് ട്രാൻസാക്ഷൻസ് ആണ് ഇതിനകത്ത് ഉണ്ട് എന്നുള്ളത് നമ്മൾ വിശദമായിട്ട് പറയും. ഓൺലൈനിൽ എങ്ങനെയാണ് ടി ഡി എസ് പേയ്മെന്റ് ചെയ്യേണ്ടത്, അതിന്റെ ഡ്യൂ ഡേറ്റ് എങ്ങനെയാണ് എന്നുള്ളത് പറയും. ടി ഡി എസ് ഒരാൾ കട്ട് ചെയ്തിട്ടില്ലെങ്കിൽ അതിന്റെ കോൺസിക്വൻസ് എന്തായിരിക്കും വരിക എന്നുള്ളതിനെ കുറിച്ച് പറയും. കറക്റ്റ് ടൈമിൽ പേ ചെയ്തിട്ടില്ലെങ്കിൽ അതിന് ഇൻട്രസ്റ്റ് എങ്ങനെയാണ്, ഇതൊക്കെ ഓൾറെഡി നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സാധനമാണ് നമ്മുടെ ഓഫീസിനകത്ത്. സാറേ, ടി ഡി സി കട്ട് ചെയ്ത് മന്ത്ലി അടയ്ക്കണോ ക്വാർട്ടർലി ആണോ? എല്ലാം ഉണ്ട്. എല്ലാം വിശദമായിട്ട് പറഞ്ഞുതരാം. ക്വാർട്ടർലി എങ്ങനെയാണ് എല്ലാം ചെയ്യുക, എങ്ങനെയാണ് ഫയൽ ചെയ്യണത്, എങ്ങനെയാണ് പേയ്മെന്റ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞുതരാം. പേയ്മെന്റ് ചിലപ്പോൾ മന്ത്ലി ക്വാർട്ടർലി ചെയ്യുന്ന രീതിയിലൊക്കെ പറയാം. പേയ്മെന്റ് ഡേറ്റ് പബ്ലിക് ഹോളിഡേയ്സ് ആണെങ്കിൽ എങ്ങനെയായിരിക്കും വരിക, അതിനൊക്കെ കൃത്യമായ സർക്കുലർ ഉണ്ട്. പിന്നെ സെക്ഷൻ വൈസ് ഡീറ്റെയിൽ ആയിട്ടുള്ള അനാലിസിസിങ് നമ്മൾ പരമാവധി ശ്രമിക്കാം. പിന്നെ അതിൻ്റെ ടി ഡി എസുമായി ബന്ധപ്പെട്ട ഫോംസുകൾ, ഡിലേ വന്നു കഴിഞ്ഞാൽ ലേറ്റ് ഫീസ് എങ്ങനെയാണ് വരുന്നത്, പിന്നെ പാനും ടാനും ഇപ്പോൾ ഓൾറെഡി ഞാൻ പറഞ്ഞല്ലോ പാൻ എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത്. ഇതേപോലെ നമുക്ക് ടാന് ചെയ്യുന്നത് നോക്കാം. ഫയൽ ചെയ്തിട്ടില്ലെങ്കിൽ അതിൻ്റെ പെനാൽറ്റി എന്താണെന്നുള്ളത് നമുക്ക് പഠിക്കാം. ടി ഡി എസിൻ്റെ സർട്ടിഫിക്കറ്റ് എങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നത്, ടി ഡി എസിൻ്റെ സർട്ടിഫിക്കറ്റ് എങ്ങനെ കൊടുക്കുക. അപ്പോൾ നമ്മൾ ഒരാളെടുത്ത് പിടിച്ചു കഴിഞ്ഞാൽ ടി ഡി എസ് സർട്ടിഫിക്കറ്റും കൊടുക്കണം. സാലറി പിടിച്ചു കഴിഞ്ഞാൽ സാലറിൻ്റെ ടി ഡി എസ് സർട്ടിഫിക്കറ്റ് കൊടുക്കണം. പിന്നെ നമുക്ക് ടി ഡി എസിൻ്റെ അപ്ലിക്കബിലിറ്റി എങ്ങനെയാണ്, ടാലിയിൽ എങ്ങനെയാണ് ഈ സാധനം വർക്ക് ചെയ്യുക എന്നുള്ളത് നോക്കാം. ടി ഡി എസിൻ്റെ ജേർണൽ എൻട്രി എങ്ങനെ പാസ്സാക്കണം എന്നുള്ള ആ ഒരു കാര്യം നമുക്ക് നോക്കാം. പിന്നെ ഈ 94Q, 94N, 194A നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട് പഠിക്കുന്ന സമയത്തൊക്കെ വിശദമായിട്ട് എന്താ ഇത്രയും കാര്യങ്ങൾ. അപ്പോൾ ഇത് ഏറെക്കുറെ ഒരു 3, 4 സെഷൻസ് ഉണ്ടാവും എന്ന് വിചാരിക്കണം. അപ്പോൾ അതിന്റെ കൂടെ 26 AS ഉള്ളില്ല സാറേ? 26 AS നമുക്ക് ഏതൊരു ഇൻകം ടാക്സിന്റെ സാധനം കൂടി എടുത്തിട്ട് 26 AS നമുക്ക് ഇവിടുത്തെ ഇനി വേണമെങ്കിൽ നമ്മുടെ ക്ലാസ്സിൽ ഏതെങ്കിലും ഒരാളുടെ ഇൻകം ടാക്സ് നമുക്ക് ലൈവ് ഇവിടുന്ന് ഫയൽ ചെയ്തിട്ട് ആ 26 AS എങ്ങനെയാണ് ഇങ്ങോട്ടേക്ക് എടുക്കുന്നത് ക്രെഡിറ്റ്. അപ്പോൾ ടീച്ചർമാരൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് സ്കൂളിൽ അവർക്ക് സാലറി കിട്ടുന്ന സാധനങ്ങളൊക്കെ എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് ചെയ്യാമെന്നൊക്കെ അതുവഴി എന്ത് ചെയ്യാം പഠിക്കാം. 26 AS എങ്ങനെ കിട്ടുക എന്നുള്ളത്. ഇപ്പോൾ പിന്നെ ഹജ്ജിന്റെ സീസൺ കഴിഞ്ഞു. അപ്പോൾ ഹജ്ജിന്റെ സീസൺ പ്രൈവറ്റ് ആയിട്ട് ഹജ്ജിന് പോയ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെ ഫയലിംഗ് വേണമെങ്കിൽ ഒന്ന് നമുക്ക് ചെയ്തെടുത്ത് നോക്കാം. എങ്ങനെയാണ് ഇൻപുട്ട് എടുക്കുക എന്നുള്ളത്. ഇതൊക്കെ നമുക്ക് വീട്ടിലിരുന്ന് പൈസ ഉണ്ടാക്കാൻ പറ്റുന്ന ഓരോ സാധനങ്ങളാട്ടോ. പാൻ കാർഡ് എടുക്കുന്നതായാലും ഇൻകം ടാക്സ് ഫയൽ ചെയ്ത് കൊടുക്കുന്നതായാലും ഈ സാധനങ്ങളൊക്കെ ഇപ്പോൾ പെൺകുട്ടികൾക്കൊക്കെ ഒരു ബോർഡ് വെച്ചെടുത്താൽ പാൻ കാർഡ് എടുത്തു കൊടുക്കുന്നു, ബോർഡ് വെച്ചാൽ എന്തായാലും പോകുന്നവൻ ചോദിക്കും പാൻ കാർഡ് എടുത്തു തരുമെന്ന് ചോദിക്കും. അവിടെ തന്നെ ഒരു ചെറിയ ഒരു പ്രിന്റിംഗ് മെഷീനും കാര്യങ്ങളൊക്കെ വെച്ചെടുത്താൽ എല്ലാം ഇങ്ങനെയൊക്കെയാണ് ജീവിക്കാം, ചെറിയ ചെറിയ പൈസയും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട്. ഇപ്പം ക്ലിയർ ആയില്ല. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് ടി ഡി എസുമായി ബന്ധപ്പെട്ട് പറയാം. ഇന്ന് ഞാൻ 1 hour മാത്രമേ ക്ലാസ് എടുക്കുന്നുള്ളൂ. എനിക്ക് ആക്ച്വലി ഇപ്പോഴും ഹോസ്പിറ്റൽ കേസിൽ തന്നെയാണ്, വൈഫ് ഹോസ്പിറ്റൽ കേസിലാണ്. അപ്പം അവരെ ഒന്ന് കൺസൾട്ടൻ്റ് ഉണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടിട്ടാണ് ഞാൻ